എന്നും നല്ലവൻ യേശു, എന്നും നല്ലവൻ. ഇന്നലെയും എന്നും എന്നും അന്യനല്ലവൻ. ഇന്നലെയും എന്നും എന്നും അന്യനല്ലവൻ. ഭാരമുള്ളിൽ നേരിടും നേരമെല്ലാം താങ്ങിടും. സാരമില്ലെന്നോതിയിടും തന്മാർവിലെന്നെ ചേർത്തിടും. സാരമില്ലെന്നോതിയിടും തന്മാർവിലെന്നെ ചേർത്തിടും. എന്നും നല്ലവൻ യേശു, എന്നും നല്ലവൻ. ഇന്നലെയും എന്നും എന്നും അന്യനല്ലവൻ. ഇന്നലെയും എന്നും എന്നും അന്യനല്ലവൻ. എൻ്റെ പേര് KG ജോൺ. വീട്ടിൽ വിളിക്കുന്നത് ജോയിക്കുട്ടി എന്നാ. ജനിച്ചത് കീക്കഴൂരിൻ്റെ ഭാഗത്താണെങ്കിലും എൻ്റെ മാതാപിതാക്കൾ എൻ്റെ വളരെ ചെറുപ്പമായിരുന്നപ്പോൾ തന്നെ എന്നെ സീതത്തോട് എന്ന് പറയുന്ന ഗ്രാമപ്രദേശത്തേക്ക്, അന്ന് കർഷകരായിരുന്നു എൻ്റെ അമ്മയും അപ്പനും. കൃഷിക്കായിട്ട് ഗവൺമെൻറ്റിൽ നിന്ന് അനുവദിച്ച് കിട്ടിയ സ്ഥലമായിരുന്നു, കർഷകർക്ക് അനുവദിച്ച സ്ഥലമായിരുന്നു സീതത്തോട് എന്ന് പറയുന്ന സ്ഥലം. അവരങ്ങനെ ആ സ്ഥലത്ത് പോയി വന്യമൃഗങ്ങളോട് മല്ലിട്ട് വനം വെട്ടിത്തെളിച്ച് അവിടെ കൃഷിക്കായിട്ട് ഭൂമി ഡെവലപ്പ് ചെയ്തെടുത്തു. ആ സ്ഥലത്ത് മാതാപിതാക്കളോടൊപ്പം ചെറുപ്രായത്തിൽ തന്നെ അവിടെ പോയി അവരോടൊപ്പം ജീവിക്കുവാനും, അവരുടെ ജീവിത സാഹചര്യങ്ങൾ വളരെ പരിമിതമായ ജീവിത സാഹചര്യങ്ങൾ, വന്യമൃഗങ്ങളോടൊന്ന് ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ. എൻ്റെ ചെറുപ്പകാലത്തിൽ ഞാൻ ചെറിയ പ്രായത്തിൽ 3-ലോ 4-ലോ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞങ്ങൾ പാർത്തുകൊണ്ടിരുന്ന വളരെ ചെറിയ ഒരു മുളങ്കൂട് കൊണ്ടുണ്ടാക്കിയ ഒരു വീടായിരുന്നു. ആ വീടിൽ പോലും വന്ന് കാട്ടാന വന്ന് ഒരു പ്രാവശ്യം ഞങ്ങൾ ഉറങ്ങിക്കിടന്നപ്പോൾ, ഞാനും അമ്മച്ചിയും കൂടെ ഉറങ്ങിക്കിടന്ന കട്ടിലിൻ്റെ പുറത്ത് മണ്ണുകൊണ്ട് കെട്ടിയ മൺകട്ട കൊണ്ട് കെട്ടിയ വീടായിരുന്നു. ആ മൺകട്ട ഇടിച്ച് ഞങ്ങളുടെ കട്ടിലയിലേക്ക് വീണ് മറിഞ്ഞു. ഞാൻ അലറി കരഞ്ഞപ്പോൾ അമ്മച്ചി ചാടി എഴുന്നേൽക്കുകയും ഞങ്ങളുടെ അയൽവക്കത്തുള്ള ഒരു സഹോദരൻ എനിക്ക് അന്ന് കൂട്ടുകിടക്കുവാനായിട്ട് ഞങ്ങളുടെ ഭവനത്തിൽ, അന്ന് അപ്പച്ചൻ അവിടെ ഇല്ലായിരുന്നു. ആ സമയത്ത് അത് സഹോദരൻ പറഞ്ഞു, ചേട്ടത്തി വാ വെക്കരുത്, പെട്ടെന്ന് എഴുന്നേറ്റിട്ട് ഞങ്ങളെ ശാസിച്ചു, വെള്ളത്തേക്ക് ഇറങ്ങരുത്, കാട്ടാനയുടെ ശല്യമാണ്, കാട്ടാന ഇറങ്ങിയിരിക്കുന്നതെന്ന്. അദ്ദേഹത്തിന് വനത്തിൽ പോയുള്ള പരിചയവും വനത്തിലെ മൃഗങ്ങളുമായിട്ടുള്ള അതിൻ്റെ സ്മെല്ലടിക്കുമ്പോൾ കാട്ടാനയുടെ സ്മെല്ലാണെന്നുള്ളത് പെട്ടെന്ന് അദ്ദേഹത്തിന് മനസ്സിലായി. ഞങ്ങൾക്കത് മനസ്സിലാക്കിയില്ല. അന്ന് ആ വലിയ അപകടത്തിൽ നിന്ന് രക്ഷപ്പെടുത്തിയത് ഒക്കെ ആ ഒരു സഹോദരൻ്റെ സമയോചിതമായിട്ടുള്ള ഇടപെടൽ കൊണ്ടാണ്. അല്ലെങ്കിൽ ഇന്നൊരു പക്ഷെങ്കിൽ ഞാൻ ഈ ഭൂമുഖത്ത് തന്നെ ഇല്ലായിരുന്നു. അത്രമാത്രം ഭയാനകമായിട്ടുള്ള സാഹചര്യത്തിൽ ഞങ്ങൾ എൻ്റെ ചെറുപ്പകാലങ്ങളിൽ മാതാപിതാക്കളോടൊപ്പം അവിടെ പോയി പാർത്ത് ജനിച്ച് വളർന്നു. മുൻപ് സൂചിപ്പിച്ചതുപോലെ വളരെ പരിമിതമായിട്ടുള്ള കർഷകരായിരുന്ന മാതാപിതാക്കൾക്ക് അവരുടേതായിട്ടുള്ള ലിമിറ്റേഷൻസ് ഉണ്ടായിരുന്നു. ആദ്യകാലങ്ങളിൽ ഞങ്ങൾക്ക് ചിറ്റാറെന്ന് പറയുന്ന സ്ഥലത്ത് വരെ വാഹന സൗകര്യം ഉണ്ടായിരുന്നുള്ളൂ. അവിടുന്ന് 4 മൈലോളം സീതത്തോട് എന്ന് പറയുന്ന സ്ഥലത്തേക്ക് നടന്ന് തോട്ടം വഴിയായി, AV തോമസ് ആൻഡ് കമ്പനിയുടെ തോട്ടമായിരുന്നു, ആ തോട്ടം വഴി നടന്നിട്ട് വേണമായിരുന്നു സീതത്തോട്ടിൽ എത്തിച്ചേരുവാൻ. ആ കാലങ്ങളിലൊക്കെ എന്തെങ്കിലും സാധന സൗകര്യങ്ങൾ, അതായത് അരി സാധനങ്ങൾ, പല വർഗങ്ങളൊക്കെ ഞങ്ങൾക്ക് ലഭ്യമാകണമെങ്കിൽ ഈ ചിറ്റാറിൽ നിന്ന് തലച്ചമുട് വഴി ചുമന്നുകൊണ്ട് സീതത്തോട്ടിൽ വന്ന് ചെറിയ ചെറിയ കച്ചവടങ്ങളൊക്കെ ചെയ്യുന്ന വ്യാപാരികളാണ് ആ കാലങ്ങളിൽ ഉണ്ടായിരുന്നത്. പിന്നീട് ഞങ്ങളുടെ അവിടേക്ക് വരുവാനുള്ള വാഹന സൗകര്യം എന്ന് പറയുന്നത് കാളവണ്ടി, 2 കാളം വരെ കാളവണ്ടി ഇന്നത് ലഭ്യമല്ല, കാണാൻ പോലും ഇല്ല. ആ കാലത്ത് കാളവണ്ടിയിലാണ് സാധന സാമഗ്രികൾ ഞങ്ങളുടെ അവിടേക്കൊക്കെയുള്ള കടകളിലേക്ക് ലഭ്യമായിക്കൊണ്ടിരുന്നത്. ആ കാലങ്ങളിലൊക്കെ നടന്ന് മാതാപിതാക്കളോടൊപ്പം ചിറ്റാറിൽ നിന്ന് ഞങ്ങളുടെ സീതത്തോട്ടിലേക്ക് നടന്നു പോയ കാലങ്ങളൊക്കെ ഓർക്കുന്നു. പിന്നെ ബാല്യകാലം, ഞങ്ങളുടെ സ്കൂൾ ലൈഫ്, ആ സീതത്തോട്ടിൽ ആ കാലത്ത് ഒരു സ്കൂളില്ലായിരുന്നു. കൊച്ചുവയ്ക്കൽ എന്ന് പറയുന്ന ഒരു സ്ഥലത്തായിരുന്നു അന്ന് ഞങ്ങൾക്ക് പഠിക്കുവാനായിട്ട് പ്രാഥമിക വിദ്യാഭ്യാസത്തിനുള്ള ഒരു വിദ്യാലയം ഉണ്ടായിരുന്നത്. അതിൽ 1 മുതൽ 5 വരെയുള്ള ക്ലാസ്സുകൾ മാത്രമേ ആ സ്കൂളിൽ അന്നുണ്ടായിരുന്നുള്ളൂ. ഞാൻ 4-ാം ക്ലാസ് വരെ കൊച്ചുവയ്ക്കൽ സ്കൂളിൽ പഠിച്ചു. ആ കാലയളവിൽ ഞങ്ങളുടെ ഹെഡ് മാസ്റ്റർ ആയിരുന്നത് ഭാസ്കരൻ സാർ എന്ന് പറയുന്ന അദ്ദേഹമാണ്. എൻ്റെ ക്ലാസ് ടീച്ചറായിട്ട്
ഉണ്ടായിരുന്നത്. ഞങ്ങളുടെ കുടുംബക്കാരനും കൂടെ ആയിരുന്ന ഇല്ലത്ത് പറമ്പിൽ ജോർജ് സാറ് എന്ന് പറയും. ആ ജോർജ് സാറിൻ്റെ ക്ലാസ്സിലായിരുന്നു ഞാൻ പഠിച്ചുകൊണ്ടിരുന്നത്. പോറ്റി സാറ്, ഗോപി സാറ്, അങ്ങനെ പല അധ്യാപകർ ആ കാലയളവിൽ ഞങ്ങളെ 4ാം ക്ലാസ് വരെ ആ കൊച്ചുവയ്ക്കൽ സ്കൂളിൽ ഞാൻ പഠിച്ചു. ആ 4ാം ക്ലാസ് കഴിഞ്ഞപ്പോഴേക്കും സീതത്തോട്ടിൽ ഞങ്ങൾക്കൊരു സ്കൂൾ അനുവദിച്ച് ലഭ്യമാകുന്നതിന് വേണ്ടി ഞങ്ങളുടെ സീതത്തോട്ടിലുള്ള ഗ്രാമപ്രദേശത്തെ ഒരു ധനികനായിരുന്ന, അല്ലെങ്കിൽ അന്ന് പ്രൗഢ്യതയുണ്ടായിരുന്ന ഒരു മഹാനായ വ്യക്തിത്വമായിരുന്നു വലിയ കാലായിൽ രാമപ്പണിക്കർ. അദ്ദേഹം ആ നാട്ടിലെ നല്ല ഒരു ജന്മിയും സൗകര്യം ഉണ്ടായിരുന്ന അധികാരികളോട് സംസാരിച്ച് കാര്യങ്ങൾ നേടുവാനുള്ള ഒരു പ്രാപ്തിയുള്ള ഒരു മനുഷ്യനായിരുന്നു. അദ്ദേഹത്തിൻ്റെ പേരിലാണ് ഇന്നും ഞങ്ങളുടെ പ്രദേശത്തുള്ള KRMPS വലിയ കാലായിൽ രാമപ്പണിക്കർ എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ പേരിലാണ് ഇന്നും ആ സ്കൂൾ നിലനിൽക്കുന്നത്. അനേക ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികളെ ആ മലയോര പ്രദേശത്ത് വിദ്യ നേടുവാൻ തക്കവണ്ണം അന്ന് അദ്ദേഹത്തിൻ്റെ ഇടപെടലും അദ്ദേഹത്തിൻ്റെ ദീർഘവീക്ഷണത്തോടു കൂടി അദ്ദേഹം വളരെയധികം പണം ചെലവാക്കി തൻ്റെ വളരെയധികം സ്ഥലം സൗകര്യം ആ സ്കൂളിന് വേണ്ടി മുടക്കി അദ്ദേഹം പണിത സ്കൂളിൽ എന്നെപ്പോലെ ഒരുപാട് വിദ്യാർത്ഥികൾ പഠിക്കുവാൻ ഇടയായി. അങ്ങനെ 5ാം ക്ലാസ്സിൽ ആയപ്പോഴേക്കും ഞാൻ സീതത്തോട് എന്ന് പറയുന്ന SHS അന്നത്തെ പേര്, അതിനെ സീതത്തോട് ഹൈസ്കൂൾ എന്നാണ്. SHS ഹൈസ്കൂൾ വരെ അദ്ദേഹം അത് പ്രാബല്യത്തിൽ കൊണ്ടുവന്നു. ഞാൻ 10ാം ക്ലാസ് ആയപ്പോഴേക്കും 10ാം ക്ലാസ്സിൻ്റെ പരീക്ഷ എഴുതുന്ന സെന്റർ വരെ അദ്ദേഹം ആ സ്കൂളിനെ നേടിയെടുത്തു. ഞാൻ 10ാം ക്ലാസ്സും എഴുതിയത് അതേ സ്കൂളിൽ തന്നെ, SHSൽ 1971 മാർച്ചിൽ ഞാൻ SSLC ആദ്യത്തെ പരീക്ഷയ്ക്ക് തന്നെ എനിക്ക് പാസ്സാകുവാൻ ദൈവം ഇടയാക്കി. ഇതോടൊപ്പം പറയേണ്ടത് എന്താണെന്ന് ചോദിച്ചാൽ, എൻ്റെ മാതാപിതാക്കളെ വളരെ പരിമിതമായിട്ടുള്ള ജീവിത ശൈലികളും ജീവിത മുഖാന്തരങ്ങളുമേ ഉണ്ടായിരുന്നുള്ളൂവെങ്കിലും അവർക്ക് ഞങ്ങളെ ജീവനുള്ള ദൈവത്തെ കാണിച്ചു തരുവാൻ ആ കാലങ്ങളിൽ ഒരു ദിവസം പോലും ഇല്ലാതെ രാവിലെ ഏറ്റവും അതിരാവിലെ തന്നെ എൻ്റെ പിതാവ് എഴുന്നേൽക്കും. ആ പ്രദേശത്ത് വന്യമൃഗങ്ങളോട് പടയടിച്ച് അയൽവക്കത്തൊക്കെ ഞങ്ങളുടെ അപ്പച്ചൻ്റെ പാട്ട് വെളുപ്പിനെ 5 മണിക്ക് എഴുന്നേറ്റ് പാട്ട് പാടുന്ന ആ പാട്ടുകൾ കേട്ടുകൊണ്ടാണ് ചുറ്റുപാടുമുള്ള അയൽവക്കക്കാരൊക്കെ ഉണർന്നിരുന്നത്. കൈതക്കുഴിയിലെ ജോർജ് എഴുന്നേറ്റ് പാട്ട് തുടങ്ങി എന്ന് പറഞ്ഞാണ് അയൽവക്കക്കാർ പോലും എഴുന്നേറ്റിരുന്നത്. അതുപോലെ തന്നെ സുവിശേഷത്തിന് വേണ്ടി നിലകൊണ്ട ഒരു പിതാവായിരുന്നു. വളരെ ത്യാഗപരമായി ആ കാലത്ത് ഞങ്ങളുടെ സീതത്തോട്ടിൽ ഈ പറഞ്ഞ വലിയതുരുത്തി രാമപ്പണിക്കർ എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ സ്ഥലത്ത് തന്നെ അദ്ദേഹം ഒരു മാർക്കറ്റിനുള്ള സ്ഥലം കണ്ടെത്തി. അവിടെയായിരുന്നു ചന്ത ദിവസങ്ങൾ. ആഴ്ചയിൽ 2 ദിവസം ചന്ത ഉണ്ടായിരുന്നു. അതുവരെയും ചിറ്റാർ എന്ന് പറയുന്ന സ്ഥലത്ത് നടന്നുപോയാണ് ആളുകൾ ഈ തങ്ങളുടെ കൃഷി സാധനങ്ങൾ വിൽപ്പന നടത്തുകയും തങ്ങൾക്ക് ആവശ്യമുള്ള അരിസാധനങ്ങൾ പകരം മേടിക്കുകയൊക്കെ ചെയ്തുകൊണ്ടിരുന്ന ആ ചന്ത എന്ന് പറയുന്നത് സീതത്തോട്ടിൽ ഉണ്ടാകുന്നതിന് മുമ്പേ ചിറ്റാർ വരെ പോകണമായിരുന്നു. പിന്നീട് സീതത്തോട്ടിൽ ഈ ചൊവ്വായും വെള്ളിയും 2 ദിവസം മാർക്കറ്റ് ദിവസമായിട്ട് ആ മാർക്കറ്റ് അവിടെ അങ്ങനെ ചന്ത ദിവസം ഉണ്ടാവുകയും ചെയ്തു. ആ ചന്ത സ്ഥലമൊക്കെ പണിതത് ഈ വലിയതുരുത്തി രാമപ്പണിക്കർ എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ സ്ഥലവും അദ്ദേഹത്തിന്റെ ദീർഘവീക്ഷണവും ആളുകളെ പറ്റിയിട്ടുള്ള മറ്റ് ഒരു വലിയ കരുതലുള്ള ഒരു മനുഷ്യനായിരുന്നു. ഇന്നും അദ്ദേഹത്തിന്റെ ഏറ്റവും ഇളയ മകനാണ് ആ സ്കൂളിന്റെ മാനേജരായിട്ട് ഇന്നും ആ സ്കൂള് നിലനിർത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്രകാരം ആ സീതത്തോടിന്റെ ഡെവലപ്മെന്റിന് വേണ്ടി ഒരുപാട് പ്രയത്നിച്ച ഒരു വ്യക്തി ജീവിതമായിരുന്നു വലിയതുരുത്തിയിൽ കാലായിൽ രാമപ്പണിക്കർ. എൻ്റെ മാതാപിതാക്കളെ പറ്റി വീണ്ടും ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്, അവര് സുവിശേഷത്തിന് വേണ്ടി നിലകൊണ്ടു. ഈ മാർക്കറ്റിലൊക്കെ ഈ ചന്ത ദിവസങ്ങളിൽ നാട്ടിൻപുറങ്ങളിൽ നിന്ന് പഴയ കാലത്ത് സുവിശേഷകന്മാർ വന്ന്, അതായത് ഉപദേശിമാര്, 1 രൂപ പോലും ശമ്പളം മേടിക്കാതെ കണ്ട് തങ്ങളുടെ ലഭ്യമായിട്ടുള്ള അറിവും കഴിവും ദൈവനാമ മഹത്വത്തിന് വേണ്ടി ഉപയോഗിക്കാൻ വേണ്ടി ചന്ത ദിവസങ്ങളിലൊക്കെ വന്ന് മാർക്കറ്റിൽ നിന്ന് പാട്ട് പാടി പ്രാർത്ഥിച്ച് വചനം ഘോഷിക്കുമായിരുന്നു. അങ്ങനെ അപ്രകാരം വചനം ഘോഷിച്ച് അവിടെ നിന്ന് പോകും. ഒരു മനുഷ്യർ പോലും അവിടെ ചുറ്റുപാടുകളിലൊക്കെ വലിയ കടകളുണ്ട്, കാപ്പിക്കടകളുണ്ട്, പലഹാരങ്ങളുണ്ട്, ആഹാരം എന്താ പറയുന്നത് ഊണൊക്കെ കൊടുക്കുന്നുണ്ട്. എന്നാൽ ഒരു മനുഷ്യർ പോലും വിളിച്ച് ഈ മനുഷ്യർക്ക് ഒരു ചായ കൊടുക്കുകയോ
ഒരു കാപ്പി കൊടുക്കുകയോ അല്ലെങ്കിൽ ഒരു നേരത്തെ ആഹാരം കൊടുക്കുകയോ ഒന്നും ചെയ്യുന്ന ഒരു പതിവില്ല. ആ പാവങ്ങള് രാവിലെ തൊട്ട് ചില മണിക്കൂറുകൾ അവിടെ നിന്ന് വളരെ ഉച്ചത്തിൽ വചനം ഘോഷിക്കുകയും സംസാരിക്കുകയൊക്കെ ചെയ്യും. ആരും, ഒരു മനുഷ്യർ പോലും ഇവർക്ക് ഒരു വണ്ടിക്കൂലി കൊടുക്കുകയോ അല്ലെങ്കിൽ അവർക്കൊരു ആഹാരം ഒരു നേരത്തെ കൊടുക്കുകയോ ഒന്നും ചെയ്തില്ല. അങ്ങനെയുള്ള ആളുകളെ ചില സമയങ്ങളിലൊക്കെ, ചില സമയങ്ങളിലല്ല മിക്ക സമയവും എൻ്റെ പിതാവ് അങ്ങനെയുള്ള ആളുകളെ വിളിച്ച് വീട്ടിൽ കൊണ്ടുവന്ന് അവർക്ക് ഭക്ഷണം കൊടുത്ത് തനിക്ക് കഴിവുണ്ടെങ്കിൽ അവർക്ക് വല്ല വണ്ടിക്കൂലിയും കൊടുത്തു വിടുന്നത് ഞങ്ങൾ ചെറുപ്പകാലങ്ങളിൽ കണ്ടു വളർന്നു. അപ്രകാരം മാർത്തോമാ സഭയിലാണ് അന്ന് ഞങ്ങൾക്ക് ഒരു ആരാധനാലയം ഉള്ളത്. എൻ്റെ പിതാവ് ആ കാലത്ത് മാർത്തോമാ സഭയിലായിരുന്നപ്പോൾ കൊച്ചുവൈക്കൽ എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു മാർത്തോമായുടെ ദേവാലയം പണിയുന്നതിന് വേണ്ടി എൻ്റെ പിതാവിനെ പോലെ മറ്റ് പല പിതാക്കന്മാർ ആ കാലയളവിൽ പ്രയത്നിച്ചു. എൻ്റെ പിതാവും ആ കൂട്ടത്തിൽ ഒരു നേതൃനിരയിൽ നിന്നുകൊണ്ട് സൺഡേ സ്കൂൾ പഠിപ്പിക്കുവാനും ആ ആലയത്തിന് വേണ്ടി പണിയുവാനും പണി കഴിപ്പിക്കുന്നതിന് വേണ്ടി മുളയും ഈറയും ഒക്കെ ആ കാട്ടിൽ നിന്നൊക്കെ കൊണ്ടുവന്ന് ആ പ്രകാരം ഒരു മുളങ്കൂട്ട് കൊണ്ടാണ് ആദ്യം കൊച്ചുവൈക്കൽ ഒരു മാർത്തോമാ പള്ളി കെട്ടിപ്പണിത്. ആ കാലയളവിൽ ആ ആലയത്തിലാണ് ഞാൻ പോയി ആദ്യ കാലങ്ങളിൽ സൺഡേ സ്കൂളൊക്കെ അഭ്യസിച്ചത്. എൻ്റെ അപ്പച്ചന് ഒരു സൺഡേ സ്കൂൾ അധ്യാപകൻ കൂടിയായിരുന്നു. അതുപോലെ തന്നെ എന്നെ നിലത്തെഴുത്ത് പഠിപ്പിച്ച് ഒരു ആശാനുണ്ടായിരുന്നു. ആ ആശാനും സൺഡേ സ്കൂൾ അധ്യാപകനായിട്ട് ആ കാലങ്ങളിലൊക്കെ ഞങ്ങളെ സൺഡേ സ്കൂള് അഭ്യസിപ്പിക്കുമായിരുന്നു. എന്നെ നിലത്തെഴുത്ത് പഠിപ്പിച്ചത് ആ ആശാനാണ്. ആ ആശാൻ തന്നെയാണ് എന്നെ സ്കൂളിൽ കൊണ്ട് ആദ്യകാലങ്ങളിൽ ചേർക്കുകയും ഒക്കെ ചെയ്തത്. ഇത് വീണ്ടും ഞാൻ പറയാൻ ഉദ്ദേശിച്ചത്, ദൈവിക കാര്യങ്ങൾക്ക് മുൻതൂക്കം കൊടുത്തുകൊണ്ട് ദൈവിക കാര്യങ്ങളിൽ ഞങ്ങളെ അഭ്യസിപ്പിച്ചു. ഞങ്ങൾക്ക് മറ്റൊന്നും പറഞ്ഞു തരുവാനോ വലിയ രീതിയിലുള്ള വിദ്യാഭ്യാസം നൽകുവാനോ ഞങ്ങളുടെ സ്ഥിതത്തോടെന്ന് പറയുന്നിടത്ത് ഞാൻ പറഞ്ഞല്ലോ, ആ ഒരു ഹൈസ്കൂൾ മാത്രമാണ് പിൽക്കാലത്ത് ഉണ്ടായത്. ഒരു കോളേജിൽ പോകണമെങ്കിൽ ഞങ്ങൾക്ക് പത്തനംതിട്ട അല്ലെങ്കിൽ റാന്നി എന്ന് പറയുന്ന സ്ഥലത്ത് വന്ന് വേണമായിരുന്നു കോളേജിൽ പോകുവാൻ. അതുകൊണ്ട് ആ കാലത്തിൽ 10ാം ക്ലാസ്സിന് ശേഷം എനിക്ക് കോളേജ് വിദ്യാഭ്യാസം ലഭ്യമാകുവാൻ അവിടെ സാധിച്ചില്ല. കോളേജിൽ പോകുവാനുള്ള പരിമിതികൾ ഉണ്ടായിരുന്നു. കാരണം ചിറ്റാറ് വരെ നടക്കണം, ചിറ്റാറിൽ നിന്ന് പിന്നെ ബസ് കയറി പോകണം. അങ്ങനെ പോയി വന്ന് പഠിക്കുവാനുള്ള സാഹചര്യങ്ങൾ ആ കാലത്ത് ഉണ്ടായിരുന്നില്ല. പിന്നെ അതുപോലെ എനിക്ക് പോയി അവിടെ നിന്ന് താമസിച്ച് പഠിക്കുവാനുള്ള സാഹചര്യങ്ങളും ഇല്ലായിരുന്നു. എൻ്റെ വീട്ടിലെ സഹോദരങ്ങളായിട്ട് ഞങ്ങൾ 4 ആണുങ്ങളും 2 പെൺകുഞ്ഞുങ്ങളുമാണ് എൻ്റെ മാതാപിതാക്കൾക്ക് ഉണ്ടായിരുന്നത്. എൻ്റെ മൂത്ത ഒരു സഹോദരനും ഒരു സഹോദരിയും, മൂത്തത് സഹോദരിയാണ്. സഹോദരിയും സഹോദരനും എൻ്റെ മാതാപിതാക്കൾ എന്നെ ചെറുപ്പകാലത്തിൽ സിഹത്തോട്ടിൽ കൊണ്ടുവരുമ്പോൾ എൻ്റെ സഹോദരങ്ങൾ 2 പേരും അമ്മ വീട്ടിലും അപ്പൻ വീട്ടിലും ഒക്കെ ആയിട്ട് നിന്ന് അവർ കീക്കുഴൂർ തന്നെ നിന്ന് അവർ വിദ്യാഭ്യാസം പൂർത്തിയാക്കിയത് കൊണ്ട് ചെറുപ്പകാലം മുതൽ മാതാപിതാക്കളോടൊപ്പം പഠിച്ചതും വളർന്നതും ഒക്കെ ഞാനും പിന്നീട് എൻ്റെ താഴെയുള്ള സഹോദരങ്ങളുമാണ്. അപ്പൊ അപ്രകാരം ഞാൻ അവിടെ നിന്ന് പഠിച്ചു. എൻ്റെ സഹോദരങ്ങള് വല്ലപ്പോഴും ഇങ്ങനെ അവധിക്ക് ഞാൻ പോകുമ്പോഴാണ്, അമ്മ വീട്ടിലൊക്കെ ചെല്ലുമ്പോഴാണ് എൻ്റെ മൂത്ത സിസ്റ്ററിനെ അല്ലെങ്കിൽ എൻ്റെ സഹോദരനെ ഞാൻ കാണുന്നത്. അങ്ങനെ ഞാൻ അപ്പോഴേ എൻ്റെ ചിന്ത, എനിക്ക് ഈ സൗകര്യങ്ങളൊന്നും ഇല്ലല്ലോ. എൻ്റെ സഹോദരനും സഹോദരിയും ഒക്കെ ഈ നാട്ടിൻ പ്രദേശത്ത് എൻ്റെ അമ്മാച്ചൻ്റെ വീട്ടിലോ അല്ലെങ്കിൽ അപ്പച്ചൻ്റെ സഹോദരങ്ങളുടെ വീട്ടിലോ ഒക്കെ നിന്ന് പഠിക്കുമ്പോൾ അവർക്ക് നല്ല സുഖ സൗകര്യങ്ങൾ അല്ലെങ്കിൽ നല്ല ബസ് കയറി പോകുവാനും നല്ല സ്കൂളിലൊക്കെ പഠിക്കാനുള്ളതുകൊണ്ടല്ലോ എനിക്ക് മാത്രം എൻ്റെ ഈ വനയോര പ്രദേശത്ത് വന്ന്, അന്നത്തെ ചെറുപ്പകാലത്തെ ചിന്തയാണ്, അത്രമാത്രം എനിക്കത് മനസ്സിലാക്കാനുള്ള കഴിവില്ല. എന്നാൽ എനിക്കാണ് ആ ഭാഗ്യം ലഭിച്ചതെന്നുള്ളത് അന്ന് ഞാൻ ചിന്തിക്കുന്നില്ല. മാതാപിതാക്കളുടെ സ്നേഹവും വാത്സല്യവും കരുതലും അനുഭവിച്ച് അവരോടൊപ്പം പാർത്ത് അവരുടെ സുഖവും ദുഃഖവും സന്തോഷവും അനുഭവിക്കാനുള്ള ഭാഗ്യം ലഭിച്ചത് എനിക്കാണല്ലോ എന്നുള്ള ഒരു സന്തോഷമല്ല അന്ന് ഇവർക്ക് ലഭിച്ചത് എനിക്ക് ലഭിക്കുന്നില്ലല്ലോ എന്നുള്ള ഒരു ചിന്തയായിരുന്നു ആ കാലത്ത്, ബാല്യസ്യമായ ചിന്ത എനിക്കുണ്ടായിരുന്നത്. എന്നാൽ ദൈവ പദ്ധതിയായിരുന്നു എൻ്റെ മാതാപിതാക്കളോടൊപ്പം എനിക്ക് അധികം നാള് അവരുടെ കഷ്ടതയിലും പ്രയാസത്തിലും അവരുടെ സുഖത്തിലും ദുഃഖത്തിലും അവരുടെ ഇല്ലായ്മയും വല്ലായ്മയും കണ്ടു വളരുവാനുള്ള ഒരു ഭാഗ്യം എനിക്ക് ലഭിച്ചു. അവര് ദൈവിക കാര്യങ്ങൾക്ക് മുൻതൂക്കം തരികയും ദൈവമക്കളെ സ്നേഹിക്കുകയും കരുതുകയും ഞങ്ങളെ ആ വേദ ഭാഗങ്ങളെ രാവിലെയും വൈകിട്ടും കൃത്യനിഷ്ഠതയോടുകൂടെ വേദപുസ്തകം വായിക്കുകയും പഠിപ്പിക്കുകയും ചെയ്തു. എൻ്റെ അപ്പച്ചന് വേദപുസ്തകത്തിനെ പറ്റി തനിക്ക് ലഭിച്ച അറിവും കഴിവും ആ നല്ലവണ്ണം വിനിയോഗിക്കുകയും മറ്റുള്ളവരെ ഉപദേശിക്കുകയും പഠിപ്പിക്കുകയും ചെയ്തു. അപ്രകാരം അപ്പച്ചൻ്റെ പാദപീഠത്തിലിരുന്ന്
വേദപുസ്തകം പഠിക്കുവാനും മനസ്സിലാക്കുവാനും ആ കാലത്ത് എനിക്ക് ലഭിച്ച ഭാഗ്യത്തിനായിട്ട് ഞാൻ ദൈവത്തിനെ സ്തുതിക്കുന്നു. ഇന്ന് അതൊക്കെ ഓർക്കുമ്പോൾ അത് മാത്രമാണ് ജീവിതത്തിൽ എനിക്ക് പാഠമായിട്ടുള്ളത്. അപ്പച്ചൻ എപ്പോഴും പറഞ്ഞു തരുന്ന ആപ്തമായിട്ടുള്ള ഒരു വാക്യം ഇതാണ്: മുൻപേ അവന്റെ രാജ്യവും നീതിയും അന്വേഷിപ്പീൻ, അതോടുകൂടെ സകലവും ലഭ്യമാകും. സകലവും എന്ന് പറയുമ്പോൾ ഈ ലോകത്തിലെ സുഖവും സൗകര്യവും സമ്പത്തും എല്ലാം ലഭ്യമാകും എന്നുള്ള അതിന് ഞാൻ വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കുന്നു. അല്ലെങ്കിൽ ഒരു കാലത്തും ഞാൻ ആഗ്രഹിക്കുകയും ചിന്തിക്കുകയും ചെയ്യാത്ത ഒരു സ്ഥലമായ ഈ അമേരിക്കയുടെ ഹൂസ്റ്റണിന്റെ പ്രദേശത്ത് ഇന്ന് ഞാൻ ആയിരിക്കാൻ എന്റെ ദൈവം നമ്പരാൻ എനിക്ക് തന്ന വലിയ ഭാഗ്യം, അന്ന് ദൈവം തന്ന ആ അപ്പച്ചന് പഠിപ്പിച്ച ആ വാക്യം ആസ്പദമാക്കി അത് വിശ്വസിച്ചത് കൊണ്ട് മാത്രമാണ്. മുൻപേ അവന്റെ രാജ്യവും നീതി അന്വേഷിച്ചു, അതിനുവേണ്ടി ഞങ്ങളെ പഠിപ്പിച്ചു, ഞങ്ങളെ അഭ്യസിപ്പിച്ചു. അതിന്റെ നന്മ രാവിലെയും വൈകിട്ടും പ്രാർത്ഥിക്കുന്ന മാതാപിതാക്കളാല് വളർത്തപ്പെടുവാൻ ലഭ്യമായ ആ ഒരു ഭാഗ്യത്തിനായിട്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. 1971 ഞാൻ പറഞ്ഞല്ലോ, സ്കൂൾ വിദ്യാഭ്യാസം പൂർത്തിയാക്കി ഞാൻ ബാംഗ്ലൂരിൽ 71 തന്നെ ഒരു വർഷത്തേക്ക് എൻ്റെ ഒരു അയൽവക്കത്തുള്ള ഒരു സഹോദരൻ എന്നെ അവിടേക്ക് ജോലി ലഭ്യമാകുമെന്ന് പറഞ്ഞ് പോയി. ഒരു വർഷം അവിടെ ജോലിക്ക് വേണ്ടി പോയി. എന്നാൽ ഞാൻ ഉദ്ദേശിച്ച് പോയത് അവിടെ ചെന്ന് വലിയ നല്ല ജോലിയോ വല്ലതും ഇരുന്നു കൊണ്ടുള്ള ജോലിയോ ക്ലറിക്കൽ ജോലിയോ ഒക്കെ ആയിരിക്കും കിട്ടുന്നതെന്ന്. പക്ഷെങ്കിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ അവിടെ കിട്ടിയത് എനിക്ക് ഒരു കൺസ്ട്രക്ഷൻ കമ്പനിയില്, ബോംബെയിലുള്ള ഒരു കൺസ്ട്രക്ഷൻ കമ്പനിയുടെ കൺസ്ട്രക്ഷൻ സൈറ്റിൽ സൈറ്റ് സൂപ്പർവൈസറോടൊപ്പം ജോലി ചെയ്യുന്നതിനുള്ള ഭാഗ്യമാണ് ലഭിച്ചത്. അതുകൊണ്ട് എനിക്ക് ആ കാര്യത്തിൽ അന്ന് വിഷമം തോന്നിയെങ്കിലും പല കാര്യങ്ങൾ അന്ന് മനസ്സിലാക്കി, അന്ന് പ്രാഗൽഭ്യത്തോടെ ചെയ്യുവാനും കണ്ട് മനസ്സിലാക്കി. ഞാൻ അറിവില്ലാത്ത പല കാര്യങ്ങളും, എങ്ങനെയാണ് മനുഷ്യർ ജീവിക്കേണ്ടത്, എങ്ങനെയാണ് കൂട്ടുകാർ ഒരുമിച്ച് പാർക്കേണ്ടതെന്നൊക്കെ ആ കാലത്ത് മനസ്സിലാക്കി. ഒരു വർഷക്കാലം അവിടെ താമസിച്ചതിന് ശേഷം മടങ്ങി വീട്ടിലേക്ക് പോയി. വീട്ടിൽ ചെന്ന അതേ വർഷം തന്നെ എനിക്ക് ഡൽഹിയില് എൻ്റെ മൂത്ത സിസ്റ്റർ അന്ന് ഡൽഹിയില് നേഴ്സിംഗ് ഒക്കെ പഠിച്ച് അവിടെ ജോലി ആയി കഴിഞ്ഞപ്പോൾ എന്നെ എൻ്റെ ജ്യേഷ്ഠൻ സഹോദരൻ, മൂത്ത സഹോദരൻ അന്ന് ഓൾ ഇന്ത്യ പ്രയർ ഫെലോഷിപ്പ് എന്ന് പറയുന്ന ഒരു ബൈബിൾ സെമിനാരിയിൽ പഠിത്തം കഴിഞ്ഞിട്ട് അദ്ദേഹം അവിടെ ഒരു ബൈബിൾ കോളേജിന്റെ ക്ലാസ് എടുത്തുകൊണ്ട് അവിടെ തന്നെ ജോലിയും ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ എന്നെ എൻ്റെ ജ്യേഷ്ഠനെ അവിടേക്ക് കൂട്ടിക്കൊണ്ടുപോയി ഒരു ITI ഇൻസ്റ്റിറ്റ്യൂട്ടിൽ അഡ്മിഷൻ ലഭ്യമായി. അതിനു വേണ്ടിയിട്ടാണ് എന്നെ ഡൽഹിയിലേക്ക് കൊണ്ടുപോയത്. എന്നാൽ ഡൽഹിയിൽ ചെന്ന് ഞാൻ ഒരു ദിവസം ട്രെയിനിൽ ചെന്ന് അവിടെ ചെന്ന് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഒരു ദിവസം വൈകി പോയത് കൊണ്ട് എനിക്ക് ആ അഡ്മിഷൻ നിഷേധിച്ചു. അഡ്മിഷൻ ലഭ്യമായില്ല. പിന്നെ മടങ്ങി വന്ന് ഞാൻ ഒരു പ്രൈവറ്റ് കമ്പനിയിൽ ജോലി ചെയ്യുന്നതിനും ആ ജോലിയോടുള്ള ബന്ധത്തിൽ അവിടെ നിന്നുകൊണ്ട് തന്നെ പോസ്റ്റലായിട്ട് എനിക്ക് ബിസിനസ് മാനേജ്മെന്റിനെ പറ്റിയുള്ള ഡിപ്ലോമ എടുക്കുവാനുള്ള ഒരു സാഹചര്യം ദൈവം ഒരുക്കി തന്നു. അപ്രകാരം ഞാൻ ആ ഒരു പ്രൈവറ്റ് കമ്പനിയിൽ ഗാസിബാദിൽ പ്രസിഷൻ ടൂൾസ് ആൻഡ് കോമ്പണൻസ് എന്ന് പറയുന്ന ഒരു കമ്പനിയിൽ ഞാൻ ആദ്യം അവിടെ സ്റ്റോർ ഓഫീസറായിട്ട്, സ്റ്റോർ കീപ്പറായിട്ട്, സ്റ്റോർ ഓഫീസറായിട്ട്, പിന്നെ അവിടുത്തെ ക്വാളിറ്റി കൺട്രോളർ ഹെഡായിട്ടും പ്രൊഡക്ഷൻ ഹെഡായിട്ടും ഫൈനലി ഞാൻ അവിടുന്ന് വിട്ടു പോരുമ്പോഴേക്കും ആ ഫാക്ടറിയുടെ മാനേജറായിട്ടും അവർക്ക് പിന്നെ 2-3 കമ്പനികളുണ്ടായി. ആ കമ്പനി ഒരുപാട് വർദ്ധിച്ചു. ആ കമ്പനിയുടെ ജനറൽ മാനേജർ സ്ഥാനത്തേക്ക് വരെ എത്തിച്ചേർന്ന് വരുവാനുള്ള ഭാഗ്യം എനിക്ക് തന്നു. 1972 മുതൽ ഞാൻ 2006 അമേരിക്കയിലേക്ക് മൈഗ്രേറ്റ് ആയി പോകുന്നിടം വരെയും ആ കമ്പനിയിലെ ഒരു ഉന്നത സ്ഥാനത്ത് എത്തിച്ചേരുവാൻ തക്കോണം ദൈവം എനിക്ക് ഭാഗ്യം തന്നു. അനേക ആളുകളുടെ പരിചരണവും കരുതലും സ്നേഹവും ഒക്കെ ആ ദിവസങ്ങളിൽ അനുഭവിക്കാൻ. അതോടൊപ്പം ഇന്ത്യയുടെ പല സ്റ്റേറ്റുകളിൽ എനിക്ക് ആ കമ്പനിയുടെ ജോലിയോടുള്ള ബന്ധത്തിൽ പല ഗവൺമെന്റ് ഓഫീസുകളില്, പല സ്റ്റേറ്റുകളില് വലിയ വലിയ ഓഫീസർമാരുടെ വലിയ മിനിസ്ട്രി ലെവലിൽ വരെ പോയി എനിക്ക് ഡിഫൻസിലും അതുപോലെ തന്നെ എയർഫോഴ്സിലെ നേവിയിലും ഒക്കെ അവരുടെയൊക്കെ ഔദ്യോഗികമായിട്ടുള്ള തലപ്പത്തുള്ളവരുടെ അടുത്ത് വരെ പോയി നെഗോഷിയേഷനും മീറ്റിങ്ങുകളും ടെൻഡറുകളും ഒക്കെ അറ്റൻഡ് ചെയ്യുവാനുള്ള ആ ഒരു കാലയളവിൽ എനിക്ക് ഭാഗ്യം ലഭിച്ചു. 2006 ഞാൻ അമേരിക്കയിലേക്ക് മൈഗ്രേറ്റ് ചെയ്ത് പോരുവാനുള്ള സാഹചര്യം എൻ്റെ മൂത്ത സിസ്റ്ററാണ്. എൻ്റെ മൂത്ത സിസ്റ്റർ എന്ന് പറയുമ്പോൾ ഇന്ന് ഒരു റാഫിയിലാണ്. എനിക്ക് അവരോടുള്ള സ്നേഹവും കടപ്പാടും എത്ര പറഞ്ഞാലും മതിയാകത്തില്ല. അവരമ്മ കാണിച്ച സ്നേഹം, അവർക്കൊന്നും അധികമായിട്ട് എനിക്ക് വേണ്ടി ചെയ്തില്ലെങ്കിലും ഞങ്ങളെ അമേരിക്കയിലേക്ക് കൊണ്ടുവരാൻ എന്നെയും എൻ്റെ കുടുംബത്തെയും, എൻ്റെ വൈഫ് എന്നോടൊപ്പം ഉണ്ടല്ലോ,
എൻ്റെ ഇളയ മോള് ജെൻസി, ഞങ്ങൾക്ക് 3 പേർക്കും ഒരുമിച്ച് 2006 ഇങ്ങോട്ട് വരുവാൻ തക്കോണം വളരെ ദീർഘവീക്ഷണത്തോടെ എല്ലാവർക്കും, എല്ലാ സഹോദരങ്ങളെയും ഈ അമേരിക്കയിലേക്ക് കൊണ്ടുവരാൻ എൻ്റെ ചേച്ചിക്ക്, എൻ്റെ പെങ്ങൾക്ക് കഴിഞ്ഞില്ലെങ്കിലും ഞങ്ങളെ ഒരു കുടുംബമായിട്ട് ഇവിടേക്ക് കൊണ്ടുവരാൻ മൈഗ്രേറ്റ് ചെയ്യുവാൻ തക്കോണം അവര് നേരത്തെ പേപ്പർ വർക്കുകൾ ചെയ്തു. അതിന്റെ പിന്നിൽ അവരുടെ വളരെ സഹിഷ്ണുതയും അധ്വാനവും കരുതലും ഉണ്ടായിരുന്നു. അതൊക്കെ ദൈവം തമ്പുരാൻ തന്ന ഒരു ഭാഗ്യമായിട്ട് മാത്രമാണ് ഞാൻ കാണുന്നത്. അവരെ ദൈവം അനുഗ്രഹിക്കട്ടെ. ഞങ്ങളെ ഇവിടെ സെറ്റിലാക്കി 1 വർഷം കഴിഞ്ഞപ്പോഴേക്കും അളിയനും എൻ്റെ മൂത്ത പെങ്ങളും അളിയനും അവരിന്ന് ജീവനോടെ ഉണ്ട്. റാന്നിയുടെ പ്രദേശത്ത് അവരവിടെ സെറ്റിലായി. ഡാളസിലായിരുന്നു ഞങ്ങൾ വന്നത്. 2006 ഡാളസിൽ വന്നു. 2006 മുതൽ 2023 വരെ ഞങ്ങൾ ഡാളസിൽ 17 വർഷക്കാലം ഞാനും എൻ്റെ വൈഫും എൻ്റെ ഇളയ മോള് ജെൻസി മോള് ഞങ്ങൾ ഒരുമിച്ച് അവിടെ വന്നു. അവിടെ പാർത്തു. ജെൻസി മോള് അന്ന് നഴ്സിംഗ് വിദ്യാഭ്യാസം പൂർത്തിയാക്കിയില്ല. BSc നഴ്സിംഗ് പഠിച്ചുകൊണ്ടിരിക്കുന്ന ലാസ്റ്റ് സെമിസ്റ്റർ ആയിരുന്നു. അവൾ മടങ്ങിപ്പോയി. അവളുടെ സെമിസ്റ്റർ പൂർത്തീകരിച്ച് ഗ്രാജുവേഷൻ ചെയ്ത് അവൾ മടങ്ങി വന്നു. ഇവിടെ വന്ന് വീണ്ടും അവൾക്ക് തുടർന്ന് പഠിക്കുവാനും തുടർന്ന് ജോലി ചെയ്യുവാനും ഇന്ന് ഇവിടെ ഹൂസ്റ്റണിൽ അവള് ഒരു വുമൺസ് ഹോസ്പിറ്റലിന്റെ പേഷ്യൻ കെയറിന്റെ ഡയറക്ടറായിട്ട് ജോലി ചെയ്യുവാൻ തക്കോണം ദൈവം അവളെ ആ കരങ്ങളിൽ ഉപയോഗിച്ചു. അവളും കുടുംബവും ഇനി ഹൂസ്റ്റണിലോട്ട് മൂവ് ചെയ്തത് എന്തുകൊണ്ടാണ്? ഞങ്ങൾ 2023 ഞങ്ങൾ രണ്ടുപേരും അവിടെ എയർപോർട്ടിൽ ജോലി ചെയ്യുമായിരുന്നു. ഞങ്ങൾ ജോലിയിൽ നിന്ന് വിരമിച്ചു. ജോലിയിൽ പല കാര്യങ്ങൾ മനസ്സിലാക്കുവാനും പല മേഖലകളിൽ വർക്ക് ചെയ്യുവാനും വന്ന സമയത്ത് ഞാൻ അമേരിക്കൻ എയർലൈൻസിന്റെ ബാഗേജ് സർവീസിൽ ആണ് ആദ്യകാലങ്ങളിൽ ജോലി ചെയ്യുന്നത്. അപ്പോൾ അതൊരു വ്യത്യസ്തമായ മേഖലയായിരുന്നു. ഞാൻ ഒരിക്കലും ആ ലൈനിൽ വർക്ക് ചെയ്തിട്ടില്ല. ഞാനൊരു ഫാക്ടറിയുടെ ഉന്നത തലപ്പത്തിരുന്ന് ജോലി ചെയ്ത് അവിടുത്തെ കൾച്ചർ, ഇന്ത്യയിൽ ജോലി ചെയ്യുന്നതിന്റെ കൾച്ചർ, അമേരിക്കയിൽ വന്ന് ജോലി ചെയ്യുന്നതിന്റെ കൾച്ചർ, അവിടെ എന്ന് പറഞ്ഞാൽ നമുക്ക് ജോലിയിൽ അസിസ്റ്റ് ചെയ്യുവാനായിട്ട് ലെറ്റർ ഡ്രാഫ്റ്റ് ചെയ്യുന്നതിന്, ലെറ്റർ എഴുതുന്നതിന്, വെള്ളം കൊണ്ടുതരുന്നതിന്, കാപ്പി കൊണ്ടുതരുന്നതിന് എല്ലാത്തിനും പിയൂണിന്റെ സൗകര്യവും ക്ലർക്കിന്റെ സൗകര്യവും സ്റ്റെനോഗ്രാഫറിന്റെ സൗകര്യവും ഒക്കെ ഉണ്ട്. ഇവിടെ അമേരിക്കയിൽ വന്നു കഴിഞ്ഞപ്പോൾ ബാഗേജ് സർവീസിൽ ജോലി ചെയ്യുന്നു. ഇവിടെ സൂപ്പർവൈസർമാരുണ്ട്, ഇവിടെ മാനേജർമാരുണ്ട്. ഇവിടെ ഒരു ഗ്ലാസ് വെള്ളം വേണമെന്നുണ്ടെങ്കിൽ ജോലി ചെയ്യുന്ന മാനേജരും തന്നെ പോയി എടുത്തു കുടിക്കണം. ജോലി ചെയ്യുന്ന കീഴ് ജീവനക്കാരനായ ഒരു സ്വീപ്പർ ആണെങ്കിൽ പോലും അവനും പോയി തന്നെ എടുത്തു കുടിക്കണം. നമ്മൾ ജോലി ചെയ്യുന്നത് നമ്മൾ ആ ഇന്ത്യയുടെ കൾച്ചറാണ് ഇവിടെയും വന്നപ്പോൾ പ്രതീക്ഷിക്കുന്നത്. ഇവിടെ നമുക്കിപ്പോൾ എല്ലാവരും പോയി അവനവന്റെ ആവശ്യത്തിനുള്ളത് ആഹാരം വേണമെങ്കിൽ തന്നെ കൊണ്ടുവരുന്നു, തന്നെ മേടിക്കുന്നു, തന്നെ എടുത്ത് കഴിക്കുന്നു. ആ ഒരു കൾച്ചറും ആയിട്ട് ആദ്യ കാലങ്ങളിലൊന്ന് ഇണങ്ങിച്ചേരുവാൻ വളരെ വ്യത്യാസം. അതുപോലെ തന്നെ നമ്മൾ ഇംഗ്ലീഷിലല്ല ഞാൻ പഠിച്ചതെന്ന് പറഞ്ഞാൽ ഇംഗ്ലീഷിനെ പറ്റി നമ്മൾ സംസാരിക്കുന്ന ഇംഗ്ലീഷ്, സ്കൂളിൽ പഠിച്ച ഇംഗ്ലീഷും അല്ലെങ്കിൽ അവിടെ ജോലിയിൽ ചെയ്തിരുന്ന ഇംഗ്ലീഷും ഇവിടെ വന്ന് അമേരിക്കയിൽ വന്നിട്ട് ഇവിടുത്തെ സംസാര രീതികൾ, ഇവിടെ വന്നപ്പോൾ തന്നെ എനിക്ക് ട്രെയിനിങ്ങിൽ ആദ്യത്തെ ദിവസം ട്രെയിനിങ് തന്നത് ഒരു ബ്ലാക്ക് മനുഷ്യനായിരുന്നു. അദ്ദേഹം പറയുന്നത് എനിക്ക് തലയുടെ മുകളിൽ കൂടെ പോകുന്ന അല്ലാതെ അദ്ദേഹം എന്തോ പറയുന്നെന്നുള്ള ആക്സെന്റ് പോലും മനസ്സിലാക്കുവാനുള്ള ഒരു കഴിവില്ലായിരുന്നു. അത്രയ്ക്ക് എത്ര വലിയ ഇംഗ്ലീഷ് അറിയാൻ വലിയ പഠിത്തമുണ്ടെന്ന് പറഞ്ഞിട്ട് ഇവിടെ വന്നു കഴിയുമ്പോൾ ഇവിടെ പറയുന്ന ആ ആക്സെന്റ് അവര് നമ്മളെ തല്ലാൻ വരുന്നത് പോലെ നമ്മുടെ അവരുടെ ആക്സെന്റ് നമുക്ക് ഫീൽ ചെയ്തു. എനിവേ അതൊക്കെ നമ്മൾ ഓവർകം ചെയ്തു. പെട്ടെന്നത് മനസ്സിലാക്കി. 1 വർഷത്തോളം അല്പം പ്രയാസം ഉണ്ടായിരുന്നെങ്കിലും ആ ജോലിയിൽ പിടിച്ചു നിൽക്കുവാനും ആ ജോലി 2-3 വർഷക്കാലം ചെയ്തു കഴിഞ്ഞപ്പോൾ DFW എയർപോർട്ടിന്റെ ബോർഡില് എനിക്ക് അവിടെ പാർക്കിംഗ് ഡിവിഷനിൽ ഒരു ജോലി ലഭിച്ചു. അത് കുറെ കൂടെ ബെനിഫിറ്റ് ഉള്ളതും മറ്റ് ജോലിയേക്കാൾ വ്യത്യസ്തമായതായിരുന്നു. ആ ജോലിയിൽ ഞാൻ 2023 ഈ റിട്ടയർമെന്റ് എടുക്കുന്നിടം വരെയും ആ ജോലിയിൽ തുടരുവാൻ ദൈവം സഹായിച്ചു. 2023 മാർച്ച് മാസത്തിലാണ് ഞങ്ങൾ ഈ വീട് മേടിച്ച് ഈ ഹൂസ്റ്റന്റെ പ്രദേശത്തേക്ക് മൂവ് ചെയ്തത്. അതോടൊപ്പം ഞാൻ ഇവിടെ ഇതിനിടയ്ക്ക് പറയാൻ മറന്നുപോയത്, നാട്ടിലെ ഞാൻ ചെറുപ്പകാലങ്ങളിൽ വളർന്നത് മർത്തോമ സഭയുടെ സൺഡേ സ്കൂളിലാണെന്ന് പറഞ്ഞല്ലോ. സൺഡേ സ്കൂളിൽ 1961 എൻ്റെ പിതാവ് ഇവാഞ്ചലിക്കൽ സഭ എന്ന് പറയുന്ന പത്യോപദേശ സമിതി, പിൻകാലത്ത് അത് ഇവാഞ്ചലിക്കൽ സഭയായി രൂപം കൊള്ളുന്ന 1961 ആ സ്ഥാപക നേതാക്കന്മാരോടൊപ്പം എൻ്റെ പിതാവും ആ ചില സ്ഥാപക നേതാക്കന്മാരോടൊപ്പം തന്നെ മർത്തോമ സഭയിൽ നിന്ന് മാറി ഇവാഞ്ചലിക്കൽ സഭയിലേക്ക് അംഗത്വം സ്വീകരിക്കുകയും
അന്ന് മുതൽ ഇവാഞ്ചലിക്കൽ സഭയുടെ ഒരു അംഗമായിട്ടാണ് ഞാൻ ഡൽഹിയിലായിരുന്നപ്പോഴും അവിടെ ഡൽഹിയിലുള്ള സഫ്ദർജംഗ് ഇടവകയുടെ ഒരു ഭാഗമായിട്ട് നിലകൊള്ളുവാനും വിവിധ മേഖലകളിൽ അവിടെ പ്രവർത്തിക്കുവാനും അവിടുത്തെ ഇടവകയുടെ പല പല ഉത്തരവാദിത്ത സ്ഥാനങ്ങളിൽ ഇരിക്കാനും ബാക്കി കേരളത്തിൽ തന്നെ ഒരു കൂട്ടായ്മയും അതിന് വേണ്ടിയിട്ട് പല പ്രാവശ്യം അതിൻ്റെ ഉത്തരവാദിത്ത സ്ഥാനങ്ങളൊക്കെ വഹിക്കുവാൻ ദൈവമിടയാക്കി. വീണ്ടും ഡാളസിൽ വന്നപ്പോഴും ആ ഇവാഞ്ചലിക്കൽ സഭയുടെ തന്നെ ഒരു കോൺഗ്രിഗേഷൻ അവിടെ ഉണ്ടായിരുന്നു. ആ ഇടവകയുടെ ഭാഗമായിട്ട് ഇർവിങ് എന്ന് പറയുന്ന സ്ഥലത്ത് ഞങ്ങൾക്കൊരു ആലയം ഉണ്ടായിരുന്നു. ആ ആലയത്തിലും അവിടെയും ദൈവം തന്ന കഴിവുകൾ അതൊക്കെ ബാല്യകാലത്ത് എൻ്റെ പിതാവ് തന്ന ആ ഒരു പാതയിൽ ഞങ്ങൾക്ക് നിലകൊള്ളുവാനും ദൈവത്തെ മഹത്വപ്പെടുത്തുവാനും ദൈവകൃപയിൽ ആശ്രയിച്ചുകൊണ്ട് ആയിരുന്ന സ്ഥാനങ്ങളിലൊക്കെ ദൈവനാമ മഹത്വത്തിനായിട്ട് നിലകൊള്ളുവാനും ഞങ്ങളാൽ ആവോളം കഴിവതോളം ദൈവമക്കളെ സ്നേഹിക്കാനും കരുതുവാനും ഞങ്ങളുടെ കഴിവുകൾക്കനുസരിച്ച് അതിനൊക്കെ സപ്പോർട്ട് ചെയ്യുവാനും ദൈവം അവസരങ്ങളെ തന്നു. ഈ ഹൂസ്റ്റണിൽ വന്നു. ഇവിടെയും ഗ്രേറ്റർ ഹൂസ്റ്റണിൽ ഇവാഞ്ചലിക്കൽ സഭയുടെ ഒരു കോൺഗ്രിഗേഷൻ ഉണ്ട്. ആ ഇടവകയോട് ചേർന്ന് ഞങ്ങൾ ഇന്നും ദൈവത്തെ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുന്നു. ഇത്രത്തോളം ദൈവം നടത്തി. ഇനിയുള്ള ആയുസ്സും ശിഷ്ടയായുസ്സും ദൈവനാമ മഹത്വത്തിനായിട്ട് ഞങ്ങളാൽ ആവോളം കഴിവതും പ്രയത്നിക്കണം, പ്രവർത്തിക്കണം. ഞങ്ങൾക്ക് ഒത്തിരി ചെയ്യാനില്ലെങ്കിലും ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ ദൈവിക പാതയിൽ വളർത്തണം, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഞങ്ങളുടെ കഴിവും പ്രാർത്ഥനയും അതിനുവേണ്ടി മാത്രമാണ്. ഇവിടെ ഞങ്ങളുടെ ഇളയ മകള് ജൻസി, അനീഷ്, അവർക്ക് 2 കൊച്ചു മക്കളെ ദൈവം ഞങ്ങൾക്ക് ഇവിടെയുള്ള മകൾക്ക് തന്നിട്ടുണ്ട്. മൂത്ത മകള് നാട്ടിൽ തന്നെയാണ് ഒമ്പനാട്ട് പാർത്തുകൊണ്ടിരിക്കുന്നത്. ഇന്ന് ഇവാഞ്ചലിക്കൽ സഭയുടെ സഭാ ആസ്ഥാനത്തുള്ള സഭയുടെ ആസ്ഥാനത്ത് സഭാ സെക്രട്ടറി ആയിട്ട് പ്രവർത്തിക്കുന്ന സജി മാത്യു അച്ഛനാണ് എൻ്റെ മൂത്ത മകളെ വിവാഹം കഴിച്ചിരിക്കുന്നത്. അവർക്കും 2 പെൺകുഞ്ഞുങ്ങളെ ദൈവം നൽകിയിട്ടുണ്ട്. അവരുടെ മൂത്ത മകൾ ഇപ്പോൾ ജോർജിയയിൽ, റഷ്യയിലുള്ള ജോർജിയയിൽ മെഡിസിന് പഠിച്ചുകൊണ്ടിരിക്കുന്നു. 2ാമത്തെ മകൾ ഇപ്പോൾ 10ാം ക്ലാസ്സിന് പരീക്ഷയ്ക്ക് തയ്യാറെടുത്തുകൊണ്ടിരിക്കുന്നു. ഈ 1-ാം തീയതി മുതൽ അവളുടെ പ്രീ ബോർഡ് എക്സാം തുടങ്ങുകയാണ്. ഈ കുഞ്ഞുങ്ങളെയൊക്കെ ദൈവിക കരങ്ങളിൽ ഏൽപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ശിഷ്ടങ്ങളായ ഈ കുഞ്ഞുങ്ങളെ ദൈവിക പാതയിൽ വളരണം, ദൈവത്തെ അറിയുന്നവരായിട്ട് സമൂഹത്തിന് നന്മ ചെയ്യുന്നവരായി വളർന്നു വരണം. അത് മാത്രമാണ് ഞങ്ങളുടെ ജീവിതത്തിൻ്റെ ആഗ്രഹവും അഭിലാഷവും. ദൈവം അതിനിടയാക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. താങ്ക് യു അച്ഛാ. ഇത് നിർത്തുന്നതിന് മുമ്പ് 2 കാര്യം കൂടെ. അച്ഛൻ ചെറുപ്പത്തിലോട്ടൊന്ന് തിരിച്ചു പോയാൽ സ്കൂൾ ജീവിതത്തോടൊപ്പം എന്തെങ്കിലും സ്പോർട്സോ വായനയോ റീഡിങ്ങോ എന്തെങ്കിലും പേരൻസിനെ സഹായിക്കുന്ന വലിയ വലിയ ആക്ടിവിറ്റീസ് എന്തെങ്കിലും കുറച്ചുണ്ട്. അതുപോലെ പഠിപ്പിച്ച സാറന്മാരെ ആരെങ്കിലും ഓർക്കുന്നുണ്ടെങ്കിൽ അവരെ കൂടെ പഠിപ്പിച്ച സാറന്മാരെ ഞാൻ കൊച്ചുവയ്ക്ക സ്കൂളിലെ സാറന്മാരുടെ കാര്യം പറഞ്ഞല്ലോ. ഇവിടെ സീതത്തോട് ഹൈസ്കൂളിലെ സ്പോർട്സ് ആക്ടിവിറ്റീസ് ഒത്തിരി വലിയ ആക്ടിവിറ്റീസ് ഇല്ലായിരുന്നു. സ്കൂളിന്റെ പ്രാഥമിക തുടക്കകാലമായപ്പോൾ ഞങ്ങൾക്ക് ഒരു ഡ്രിൽ മാസ്റ്റർ മാത്രമേ അന്നുണ്ടായിരുന്നുള്ളൂ. ജോൺ സാറാണ്. അദ്ദേഹം ഞങ്ങളെ സ്കൂൾ ഗ്രൗണ്ടും പ്ലേ ഗ്രൗണ്ടും ഒന്നും ഒത്തിരി വലുതായിട്ട് പണിതിട്ടുണ്ടായിരുന്നില്ല. ആ സ്കൂൾ ഗ്രൗണ്ട് വളരെ പരിമിതമായിരുന്നു. അവിടെ വോളിബോൾ ഗ്രൗണ്ടും വോളിബോൾ കളിക്കുവാനുള്ള ഒരു പ്രാക്ടീസും ഒക്കെ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ബാക്കി വലിയ കലാപരിപാടികളോ അല്ലെങ്കിൽ കായിക അഭ്യാസങ്ങളോ ഒന്നും അവിടെ ഉണ്ടായിരുന്നില്ല. പിന്നെ സ്കൂളിൽ പഠിപ്പിച്ചത് അന്നത്തെ ഞങ്ങളുടെ ഹെഡ് മാസ്റ്റർ ആയിരുന്ന സീതത്തോട് ഹൈസ്കൂളിന്റെ ആദ്യത്തെ ഹെഡ് മാസ്റ്റർ സുകുമാരൻ നായർ സാറായിരുന്നു. സുകുമാരൻ നായർ സാറും പിന്നീട് അസിസ്റ്റന്റ് ഹെഡ് മാസ്റ്റർ ആയിരുന്ന എൻ്റെ ക്ലാസ് ടീച്ചറും കൂടെ ആയിരുന്ന എനിക്ക് ഏറ്റവും പ്രിയങ്കരനായിരുന്ന ഗോപാലൻ നായർ സാറായിരുന്നു. ഗോപാലൻ നായർ സാറ് എനിക്ക് 10ാം ക്ലാസ്സിൽ എൻ്റെ ക്ലാസ് ടീച്ചറും. അദ്ദേഹം ഞങ്ങളുടെ ഹെഡ് മാസ്റ്റർ HM ഒരു വർഷത്തേക്ക് അവധിയായപ്പോൾ അദ്ദേഹം ഇൻചാർജായിട്ട് ഹെഡ് മാസ്റ്റർ ഇൻചാർജായിട്ടിരിക്കുന്ന കാലയളവിൽ 1970-71 അദ്ദേഹമാണെന്ന് ഗോപാലൻ നായർ സാറായിരുന്നു ഹെഡ് മാസ്റ്റർ ഇൻചാർജ്. ആ കാലയളവിൽ എനിക്ക് അദ്ദേഹത്തിൻ്റെ വളരെ കരുതലും സ്നേഹവും, അദ്ദേഹം വീട്ടിൽ കൊണ്ട് നിർത്തി സംശയമുള്ള കാര്യങ്ങൾ ചിലതൊക്കെ പറഞ്ഞു തരുവാൻ ഞങ്ങൾ ചില കുഞ്ഞുങ്ങളെ അദ്ദേഹത്തിന്റെ വീട്ടിൽ 1 പൈസ പോലും ഫീസ് മേടിക്കാതെ കുഞ്ഞുങ്ങളെ, ഞങ്ങൾ 8 മണിക്ക് ക്ലാസ് ആണെങ്കിൽ 7:30 അദ്ദേഹത്തിന്റെ വീട്ടിൽ ചെന്നാൽ ഞങ്ങൾക്ക് അത്യാവശ്യമുള്ള പോർഷൻസ് ഡൗട്ട് ഉള്ളതൊക്കെ ക്ലിയർ ചെയ്തു തരുന്ന ഒരു പ്രകൃതക്കാരനായിരുന്നു. അവരെയൊക്കെ ഞാൻ വളരെയധികം നന്ദിയോടെ ഓർക്കുന്നു. അതുപോലെ തന്നെ ഹിന്ദി പഠിപ്പിച്ചിരുന്നത് ഞങ്ങളുടെ കൊടച്ചാട്ടൂരിലെ
സാറായിരുന്നു. സാവിത്രി എന്നാണ് ടീച്ചറുടെ പേര്. സാവിത്രി സാറ് ഒരുപാട് സ്നേഹത്തോടും വാത്സല്യത്തോടും ഒരു മാതാവിന്റെ സ്നേഹത്തോടും കൂടെ തന്നെ കുഞ്ഞുങ്ങളെ ചേർത്ത് നിർത്തി ശിക്ഷിക്കുന്ന അധ്യാപകന്മാരും ഉണ്ടായിരുന്നു. വാസുകുട്ടി സാറ് ഒക്കെ കുറച്ച് ശിക്ഷണ നടപടികളിൽ കൂടെ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുക. എന്നാൽ ഈ ചില അധ്യാപകന്മാർ വളരെ വാത്സല്യത്തോടെ തങ്ങളുടെ മക്കളെ സ്നേഹിക്കുന്നത് പോലെ തന്നെ പഠിപ്പിക്കുന്ന വളരെ സ്നേഹവാത്സല്യത്തോടെ കരുതിയ പല അധ്യാപകന്മാരുണ്ട്. അതിൽ സാവിത്രി സാറ്, രത്നവല്ലി സാറ്, അവരൊക്കെ വളരെ സ്നേഹത്തോടെ കരുതലോടുകൂടെ മോനെ മോളെ എന്നും പറഞ്ഞ ആ ഒരു രീതിയിലാണ് ഞങ്ങളെ പഠിപ്പിച്ചിരുന്നത്. ആ ഒരു വാത്സല്യം ഒക്കെ ഞാൻ ഓർക്കുന്നു. അല്ലാതെ സ്പോർട്സ് പരമായിട്ട് ഒത്തിരി ഞങ്ങൾക്ക് ആക്ടിവിറ്റീസ് ഇല്ല. തന്നെയല്ല, ഞങ്ങളുടെ വീടുകളിൽ ഞാൻ പറഞ്ഞല്ലോ, ഈ സ്പോർട്സിനൊക്കെ നിന്ന് കഴിഞ്ഞാൽ വീട്ടിൽ വരുമ്പോൾ സമയം ഒത്തിരി പോകും. ഞങ്ങളുടെ വീട്ടിൽ അന്ന് കന്നുകാലിയൊക്കെ ഉണ്ട്. അപ്പൊ ഞങ്ങളുടെ വീട്ടിലുള്ള കന്നുകാലികളെ പരിപാലിക്കേണ്ട ചുമതല എന്റേതായിരുന്നു. എൻ്റെ സഹോദരങ്ങളെ ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ബാല്യകാലത്ത് ഞാനാണ് അപ്പൻ്റെ അമ്മയുടെ കൂടെ നിൽക്കുന്നതിൽ മുന്നിലുള്ള. അപ്പൊ വീട്ടിലെ ഉത്തരവാദിത്തം, വീട്ടിലെ കൃഷിക്ക് അപ്പച്ചനോടൊപ്പം കാർഷിക മേഖലകളിൽ അദ്ദേഹത്തെ ഹെൽപ്പ് ചെയ്യാൻ പോകാന്, വീട്ടിലെ കന്നാലിക്ക് പുല്ല് പറിച്ചു കൊണ്ടുവരിക, അതിനെ പരിപാലിക്കുക, ഈ കാര്യങ്ങളൊക്കെ ഉത്തരവാദിത്തത്തിലുള്ളത് കൊണ്ട് ഈ സ്പോർട്സ് കാര്യങ്ങളിൽ ഒത്തിരി സമയം ചെലവഴിക്കാൻ എനിക്ക് ലഭ്യമായിരുന്നില്ല. അത് ഞാൻ അവിടെ ചെലവഴിച്ചാൽ ഇവിടെ വന്ന് എനിക്ക് പോച്ച പറിക്കാനുള്ള സമയം കിട്ടത്തില്ല. അതുകൊണ്ട് വീട്ടിലെ കാര്യങ്ങളിൽ ഒരുപാട് ചുമല് കൊടുക്കേണ്ട ആവശ്യവും ഉത്തരവാദിത്വവും ഉണ്ടായിരുന്നു. അപ്രകാരം ആ ചുമല് കൊടുക്കുവാൻ എനിക്ക് ദൈവം കഴിവ് തന്നു. അത് വളരെ സന്തോഷത്തോടു കൂടി ഞാൻ ഓർക്കുന്നു. അതൊക്കെ ഒരു ഭാഗ്യമായിട്ട് ഓർക്കുന്നു. അതിന്റെ നന്മയാണ് ഇന്ന് അനുഭവിക്കുന്നതെന്ന് ഞാൻ ഓർക്കുമ്പോൾ ദൈവത്തെ സ്തുതിക്കുന്നു. ഈ ബാംഗ്ലൂർക്ക് പോകുന്നതിന് മുമ്പ് ദൂരം പോയ സ്ഥലം ഏതൊക്കെ ആയിരിക്കും? കോട്ടയത്തിനോ എറണാകുളത്തിനൊക്കെ പോയിട്ടുണ്ടായിരുന്നു? അതിനു മുമ്പ് പോയിട്ടുള്ളതെന്ന് പറയുന്നത്, ഏറ്റവും കൂടുതൽ യാത്ര ചെയ്യുന്നത് ചിറ്റാറിൽ നിന്ന് കീക്കൊഴി വരെ പോകുന്നതിന് ചിറ്റാർ വരെ നടന്നു വരിക. അത് കഴിഞ്ഞിട്ട് 1-2 ബസ്സാണ് ഉള്ളത്. വാളിപ്പിലാക്കൽ മോട്ടോർ സർവീസ് VMS എന്ന് പറഞ്ഞൊരു ബസ്സാണ് ഞങ്ങളുടെ ആദ്യകാലത്ത് അവിടെ ഉള്ളത്. ആ ബസ് രാവിലെ ഒന്ന് വന്നേച്ച് പിന്നെ വരുന്നത് ചിലപ്പോൾ ഉച്ചയ്ക്കായിരിക്കും. അപ്പൊ ചിറ്റാർ വരെ നടന്നു വന്ന് അവിടെ ഏതെങ്കിലും ഒരു കടയിലോ ബസ് സ്റ്റാൻഡിലോ നിന്നിട്ട് ആ ബസ് വരുമ്പോൾ അവിടുന്ന് കയറി ഇറങ്ങി കുമ്പളാമ്പയ്യ എന്ന് പറയുന്ന സ്ഥലത്ത് ഇറങ്ങും. ആ കുമ്പളാമ്പയിൽ ഇറങ്ങിയിട്ട് നടന്നിട്ട് ഉദിമൂട് വഴി നടന്ന് ഷോർട്ട് കട്ട് വഴിയാണ് കീക്കൊഴൂർ എന്ന പ്രദേശത്ത് എത്തിച്ചേരുന്നത്. ആ കീക്കൊഴൂരാണ് എൻ്റെ അപ്പച്ചൻ്റെയും അമ്മച്ചിയുടെയും വീടും. അമ്മാച്ചൻ്റെ വീട്ടിലാണ് ഞാൻ കൂടുതലും സമയം ചെലവഴിക്കുന്നത്. അപ്പച്ചൻ്റെ വീടും കീക്കൊഴൂർ തന്നെ. സഹോദരങ്ങളൊക്കെ അപ്പുറത്ത് പാർക്കുന്ന അയൽവക്കങ്ങളിലായിരുന്നു. എന്നാൽ അധിക സമയവും ഞാൻ എൻ്റെ അമ്മാച്ചൻ്റെ വീട്ടിലാണ് പോയി നിൽക്കാറുള്ളത് അവധി ദിവസങ്ങളിലും. കാരണം അത് അമ്മാച്ചൻ്റെ ഒരു മകന് എൻ്റെ സമപ്രായക്കാരനായിരുന്നു. ഞങ്ങളെ ഒരുമിച്ച് കളിച്ച് വളരുവാനും പഠിക്കുവാനും. അതോടൊപ്പം അമ്മാച്ചനും അമ്മാവിയും, ഇന്നും അമ്മാവി ജീവിച്ചിരിക്കുന്നുണ്ട്. അമ്മാവിയുടെ ഒരുപാട് കരുതല്, സ്നേഹം, അമ്മാവിയുടേതായിട്ടുള്ള ഒരുപാട് ഭക്ഷണ പദാർത്ഥങ്ങൾ, സ്വാദിഷ്ടമായിട്ടുള്ള ഭക്ഷണം ആസ്വദിപ്പാന് ദൈവം ഇടയാക്കി. ഈ കഴിഞ്ഞ വർഷവും ഞങ്ങൾ നാട്ടിൽ പോയപ്പോൾ അമ്മാവി ഇന്നും ജീവിച്ചിരിക്കുന്നു. അമ്മാവിയുടെ ആ കരുതലും സ്നേഹവും എപ്പോഴും ഞങ്ങൾക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നു. അത്രയേ ഉള്ളൂ ആ കാലത്ത്. അന്ന് ചെറുപ്പത്തിൽ പഠിച്ച ഏതെങ്കിലും കവിത ഓർമ്മ വല്ലതും ഉണ്ടോ? ഒരു 2 ലൈൻ പാടാൻ പറഞ്ഞാൽ, അല്ലെങ്കിൽ നമുക്ക് ഇപ്പോൾ ബൈബിളിലെ നമ്മുടെ ഒരു ക്രിസ്തീയ പാട്ട് പാടാം. ക്രിസ്തീയ പാട്ടിനോട് എനിക്ക് എപ്പോഴും താല്പര്യം. ആ ക്രിസ്തീയ പാട്ടാണ് കൂടുതലും ഉള്ളത്. കവിതകൾ പറഞ്ഞാൽ എന്നെ പഠിപ്പിച്ച ഒരു ഏബ്രഹാം സാറ്, അദ്ദേഹം ഒരു ക്രിസ്തീയ അനുഭാവിയായിരുന്നു. അദ്ദേഹം ക്രിസ്തീയമായിട്ടുള്ള ഞങ്ങളുടെ LDS പീരീഡുകളിലൊക്കെ വല്ലപ്പോഴും എന്തെങ്കിലും പാട്ട് പാടാൻ പറഞ്ഞാൽ അദ്ദേഹം പാട്ട് പാടുമായിരുന്നു. അദ്ദേഹം പാടിയ ഒരു പാട്ടിന്റെ, ശരിക്കും ആ പാട്ട് എനിക്ക് അതിന്റെ മീനിങ്ങോ അതൊന്നും അറിയത്തില്ല. അദ്ദേഹം അത് പാടി ഞാൻ ഇപ്പോഴും ഓർക്കുന്നത്. അദ്ദേഹം എഴുന്നേറ്റ് നിന്ന് ഒരു LDS പീരീഡിൽ പാടിയ അദ്ദേഹത്തിന്റെ പാട്ട് ഇങ്ങനെയാണ്: ജിബ്ലാട്ടർ പാറമേൽ തള്ളും തീര പോലെ ചോണി തലത്തിലെ പ്രയാസങ്ങൾ, ജിബ്ലാട്ടർ പാറമേൽ തട്ടും തീര പോലെ ചോണി തലത്തിലെ പ്രയാസങ്ങൾ. അതിന്റെ ബാക്കി എനിക്കറിയാം, ഓർമ്മയില്ല. അദ്ദേഹം പാടിയ പാട്ട് ഒരു മടിയും കൂടാതെ എഴുന്നേറ്റ് നിന്ന് ക്രിസ്തീയ സാക്ഷ്യം പറയുവാനും ക്രിസ്തീയ പാട്ടുകൾ പാടുവാനും അദ്ദേഹം കാണിച്ച ആ സ്നേഹത്തെ ഞാൻ ഓർക്കുന്നു. പിന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള പാട്ട് ഞാൻ എൻ്റെ പിതാവ് എപ്പോഴും പാടുന്നതാണ്: എന്നും നല്ലവൻ യേശു, എന്നും നല്ലവൻ, ഇന്നലെയും ഇന്നും എന്നും അന്യനല്ലവൻ, ഇന്നലെയും ഇന്നും എന്നും അന്യനല്ലവൻ,
ഭാരമുള്ളിൽ നേരിടും, നേരമെല്ലാം താങ്ങിടും. സാരമില്ലെന്നോതിയിടും, തന്മാർവിലെന്നെ ചേർത്തിടും. സാരമില്ലെന്നോതിയിടും, തന്മാർവിലെന്നെ ചേർത്തിടും. എന്നും നല്ലവൻ യേശു, എന്നും നല്ലവൻ. ഇന്നലെയും ഇന്നും എന്നും എന്നെ നല്ലവൻ. ഉലകവെയിൽ കൊണ്ടു ഞാൻ വാടി വീഴാതോടുവാൻ. ഉലകവെയിൽ കൊണ്ടു ഞാൻ വാടി വീഴാതോടുവാൻ. തണലെനിക്കു നൽകിയിടുവാൻ വലഭാഗത്തായുണ്ടു താൻ. തണലെനിക്കു നൽകിയിടുവാൻ വലഭാഗത്തായുണ്ടു താൻ. എന്നും നല്ലവൻ യേശു, എന്നും നല്ലവൻ. ഇന്നലെയും ഇന്നും എന്നും എന്നെ നല്ലവൻ. ഇന്നലെയും ഇന്നും എന്നും എന്നെ നല്ലവൻ. താങ്ക് യു സാറേ. ദൈവത്തിന് സ്തോത്രം. എൻ്റെ പേര് അതിൻ്റെ അടുത്ത് ഇറക്കാണി ടൈമർ ഓടും. ദൈവത്തിന് സ്തോത്രം. എൻ്റെ പേര് മോളി എന്നാണ് വീട്ടിൽ വിളിക്കുന്നത്. എൻ്റെ ഒഫീഷ്യൽ പേര് സാറാമ്മ ജോൺ. എൻ്റെ പിതാവിൻ്റെ പേര് ജോർജ് MP. എൻ്റെ മാതാവിൻ്റെ പേര് മേരി. ഞാൻ ചെറുപ്പകാലമായിരുന്നപ്പോൾ തന്നെ എന്നെയുമായിട്ട് സൂത്തോടെന്ന പ്രദേശത്ത് പാമ്പിനോടും വന്യമൃഗങ്ങളോടും മല്ലടിച്ച് എൻ്റെ മാതാവും പിതാവും ഞാനുമായിട്ട് ആ പ്രദേശത്തേക്ക് കുടിയേറി പാർത്തു. അവിടെ പാർത്തുകൊണ്ട് ആദ്യകാലം തുടങ്ങിയ സമയത്ത് തന്നെ ഈ ചിറ്റാർ എന്ന പ്രദേശത്ത് നിന്ന് ബസ് കയറിപ്പോയ സമയത്ത് ബസ്സിന് ആക്സിഡന്റ് ആയി എൻ്റെ പിതാവിൻ്റെ വലത്ത് കൈ നഷ്ടപ്പെട്ടു. എന്നാൽ ആ വലത്ത് കൈ നഷ്ടപ്പെട്ടതായ അവസ്ഥയിൽ പലരും, എൻ്റെ അമ്മയുടെ അമ്മച്ചി തുടങ്ങി എല്ലാവരും പറഞ്ഞു, കൈ നഷ്ടപ്പെട്ടതായ ഒരു ഭർത്താവിൻ്റെ കൂടെ താമസിക്കാതെ ഈ ഭർത്താവിനെ വിട്ടിട്ട് വേറൊരു ജീവിതത്തിലേക്ക് പോകുകയോ അല്ലെങ്കിൽ കുഞ്ഞുങ്ങളുമായിട്ട് അമ്മച്ചിയുടെ വീട്ടിൽ ചെന്ന് പാർക്കുകയോ ചെയ്യാനായിട്ട്. എന്നാൽ എൻ്റെ അമ്മച്ചി അങ്ങനെ സമ്മതിച്ചില്ല. എൻ്റെ അമ്മച്ചി വളരെ ദൈവഭയത്തോടുകൂടി ദൈവഭക്തിയുള്ള ഒരു സ്ത്രീ ആയിരുന്നു. വേദോസ്തവത്തിൽ പറയുന്നത് പോലെ യഹോവ ഭക്തിയുള്ള ഒരു സ്ത്രീ ആയിരുന്നു ആ അമ്മച്ചി. ഞങ്ങളെ അങ്ങനെ വളർത്തി. എൻ്റെ ശേഷം, ഞാൻ ചെറുതായിരുന്നപ്പോഴാണ് അച്ചാച്ചൻ്റെ കൈ പോകുന്നത്. എൻ്റെ ശേഷം എനിക്ക് ഒരു സഹോദരനും ഒരു സഹോദരിയും ഉണ്ടായി. എനിക്ക് മൂത്ത ഒരു സഹോദരൻ ഉണ്ടായിരുന്നു. എന്നാൽ ഈ കൈ പോയതായ ഈ അപ്പൻ്റെയും അമ്മയുടെയും കൂടെ ആ സഹോദരനെ വിട്ടുകൊടുക്കാതെ എൻ്റെ അച്ചാച്ചൻ്റെ വല്യമ്മച്ചി ആ മകനെ വളർത്തി. അദ്ദേഹം ഇന്ന് ജീവിച്ചിരിപ്പുണ്ട്. അദ്ദേഹം ഇടക്കുളം എന്ന പ്രദേശത്ത് ഗുരുകുലം ഹൈസ്കൂളിൽ നിന്നും നല്ല ഉന്നത മാർക്കോടുകൂടി പാസ്സായി P&യിൽ വർക്ക് ചെയ്യുവാനായിട്ട് തുടങ്ങി. അങ്ങനെ മധ്യപ്രദേശത്തും പല പ്രദേശങ്ങളിലും വർക്ക് ചെയ്യുകയും തിരിച്ച് വീണ്ടും നാട്ടിൽ വന്ന് അപ്പനോടും അമ്മയോടും കൂടെ പാർക്കുവാനും ഇടയായി. ഇന്നും ആ അപ്പനും അമ്മയും ഉണ്ടാക്കിയതായ ആ ഭവനത്തിൽ എൻ്റെ ആങ്ങളെയും നാത്തൂനും അവരുടെ മക്കളും പാർത്തുകൊണ്ടിരിക്കുന്നു. എന്നാൽ ദൈവത്തിന് സ്തോത്രം, 1976 എൻ്റെ സ്കൂൾ വിദ്യാഭ്യാസവും ഞാൻ കൊച്ചുവൈക്ക സ്കൂളിലാണ് പഠിച്ചത്. എൻ്റെ ടീച്ചേഴ്സ് ജോർജ് സാറ്, കുഞ്ഞമ്മ സാറ്, അങ്ങനെ പല പോറ്റി സാറ്, ഗോപി സാറ്, അങ്ങനെ പല ടീച്ചേഴ്സ് തന്നെ പഠിപ്പിച്ചുകൊണ്ടിരുന്നു. അവർക്കൊക്കെയും ഒത്തിരി പ്രിയപ്പെട്ടവളല്ല എങ്കിലും വലിയ കുഴപ്പമില്ലാതെ തന്നെ വളരെ സ്കൂൾ ജീവിതം നയിച്ചു. അങ്ങനെ 5ാം ക്ലാസ് വരെ അവിടെ പഠിച്ചു. അത് കഴിഞ്ഞ് ഞാൻ സൂത്തോടെന്ന സ്കൂളിലേക്ക് എന്നെയും മാറ്റി. അവിടെ ഞാൻ 6ാം ക്ലാസ് തുടങ്ങി പഠിച്ചുകൊണ്ടിരുന്നു. എന്നാൽ ഒരു സംഭവം കൂടെ പറഞ്ഞുകൊള്ളട്ടെ. 6ാം ക്ലാസ്സിൽ പഠിക്കുന്ന 7ാം ക്ലാസ്സിലായ സമയത്ത് എൻ്റെ സ്കൂളില് ടീച്ചേഴ്സ് താമസിച്ച് ചെന്നാൽ സ്കൂളിൽ ടീച്ചർമാര് ക്ലാസ്സിൽ കയറ്റുന്നതിനൊക്കെ ശിക്ഷിക്കുന്നതായ ഒരു സ്വഭാവം ഉണ്ടല്ലോ.
അങ്ങനെ എൻ്റെ ഒരു ടീച്ചർ എബ്രഹാം സാറ് ജോയിച്ചാനെയും പഠിപ്പിച്ചതായ ടീച്ചറാണ് എൻ്റെയും ടീച്ചറ്, ഞങ്ങളുടെ ചർച്ചിലുള്ളതായ ഒരു ടീച്ചർ. അപ്പം ഞങ്ങൾ ഇങ്ങനെ താമസിച്ച് ചെല്ലുമ്പം വെളിയിൽ നിർത്തി ഒരു ദിവസം ആ സാറിങ്ങനെ എൻ്റെ റോഡിന്റെ വഴിയൂടെ പോകുന്നതായ സമയത്ത് ഞാൻ 7ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഞാൻ ടാപ്പിങ് ചെയ്യുന്നതാണ് അദ്ദേഹം കാണുന്നത്. ഞാൻ അച്ചാച്ചനോടൊപ്പം ടാപ്പിങ് ചെയ്യാനായിട്ട് കൊച്ചിലെ തുടങ്ങിയ ഒരു റബ്ബർ വെട്ടുന്ന കത്തിയുമായിട്ട് ടാപ്പ് ചെയ്യാനായിട്ട് തുടങ്ങി. അപ്പൊ ഞാൻ അത് കഴിഞ്ഞതിന് ശേഷം ഞാൻ എന്ന് താമസിച്ച് ചെന്നാലും അദ്ദേഹം എന്നെ ക്ലാസ്സിൽ കയറ്റും. കാരണം എൻ്റെതായിട്ടുള്ള അവസ്ഥ, എൻ്റെതായിട്ടുള്ള ഞാൻ എൻ്റെ പേരൻസിനെ ഹെൽപ്പ് ചെയ്യുന്നത് ഒക്കെ അദ്ദേഹം കണ്ടുകൊണ്ടോ ആയിരിക്കാമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. എന്നെ ഒരിക്കൽ പോലും വെളിയിൽ എന്നെ നിൽക്കുവാനായിട്ട് ആ സാറോ മറ്റുള്ള സാറന്മാരൊന്നും തന്നെ അനുവദിച്ചിരുന്നില്ല. വേറെ എന്നെ 6ാം ക്ലാസ്സിൽ പഠിപ്പിച്ച എൻ്റെ ക്ലാസ് ടീച്ചർ ഈ കഴിഞ്ഞ വർഷമാണ് അദ്ദേഹം മരിച്ചു പോയത്. എനിക്ക് നാട്ടിൽ പോയപ്പോഴും കാണുവാനും സംസാരിക്കാനും ഒക്കെ ഇടയായി. അവരുടെയൊക്കെ സ്നേഹം, അവരുടെയൊക്കെ കരുതൽ എനിക്ക് ഒരുപാട് ലഭിച്ചിരിക്കുന്നു. എന്നാൽ എനിക്ക് അതിലൊക്കെ ഉപരി എൻ്റെ മാതാവിനെ പറ്റിയും എൻ്റെ പിതാവിനെ പറ്റിയും എനിക്ക് പറയാതിരിക്കാൻ പറ്റത്തില്ല. എൻ്റെ പിതാവ് ഞാൻ മുമ്പേ സൂചിപ്പിച്ചതുപോലെ കൈയില്ലാത്ത ഒരു വ്യക്തിയായിരുന്നു. വലിയ ജോലിയൊന്നും ചെയ്യാനായിട്ട് സാധിക്കയില്ല. എൻ്റെ മാതാവ് ആ സമയങ്ങളിലൊക്കെ കൂലിവേല ചെയ്താണ് ഞങ്ങളെ പഠിപ്പിച്ചത്. എന്നാൽ പ്രാർത്ഥനയ്ക്ക് ഒരു ഭംഗവും വരാതെ 4 മണിയാകുമ്പോൾ എണ്ണീച്ചിരുന്ന് പ്രാർത്ഥിപ്പാനും പാടുവാനും ഒക്കെ വളരെ ഉത്സാഹമുള്ളവളായിരുന്നു. അതും കഴിഞ്ഞ് കൂലിവേല ചെയ്ത് കഴിഞ്ഞ് വന്ന് ഞങ്ങളെയും കൂട്ടി എവിടെ ഒരു യോഗമുണ്ടോ അവിടെ പോകുവാനായിട്ട്, അത് സഭാ വ്യത്യാസമന്യേ അവിടെ പോകുവാനായിട്ട് ഞങ്ങളെയും ഞങ്ങളുടെ അയൽപക്കത്തുള്ള കുഞ്ഞുങ്ങളെയും കൂട്ടിക്കൊണ്ടു പോകുവാനായിട്ട് വളരെ ഉത്സാഹം കാണിച്ചിരുന്നു. അതാണ് ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങൾക്ക് ഏറ്റവും അനുഗ്രഹമായിരിക്കുന്നത്. ഞാൻ അങ്ങനെ 6ാം ക്ലാസ്സിൽ പഠിച്ചു. അങ്ങനെ 10ാം ക്ലാസ്സിൽ വലിയ ഉന്നത വിദ്യാഭ്യാസം ഒന്നുമില്ല. 10ാം ക്ലാസ്സിൽ അങ്ങ് തോറ്റു കഴിഞ്ഞ് ചോദിച്ചാൽ പറഞ്ഞു കോളേജിൽ പോയിട്ടുണ്ടെന്ന്. ഞാൻ എപ്പോഴും പറയും ഞാൻ കോളേജിൽ പോയിട്ടുണ്ട്. എന്തോ കോളേജാണെന്നാ ചോദിച്ചാൽ തോറ്റോടി കോളേജ് അല്ലെന്ന് വരില്ല, ട്യൂട്ടോറിയൽ കോളേജ്, അങ്ങനെയുള്ള കോളേജിലാണ് ഞാൻ പോയത്. അങ്ങനെ ഞാൻ പഠിച്ചു. 1973 10ാം ക്ലാസ്സിന്റെ എക്സാം എഴുതി കഴിഞ്ഞപ്പം ഭവനത്തിലിരുന്ന് ഇനിയെങ്ങും ഒരു രക്ഷയുമില്ല, ഒന്നിനും പഠിക്കാനുമില്ല, ഒന്നിനുമില്ല എന്നും പറഞ്ഞിരിക്കുന്നതായ അവസരത്ത് എനിക്ക് എൻ്റെ ഒരു അമ്മച്ചിയുടെ ആങ്ങളയ്ക്ക് 10 വർഷമായിട്ട് കുഞ്ഞുങ്ങളില്ലാതിരുന്നൊരു കുഞ്ഞുണ്ടായി. അവർ മുജഫർനഗർ, ഉത്തർപ്രദേശിൽ മുജഫർനഗർ എന്ന പ്രദേശത്ത് പാർത്തുകൊണ്ടിരുന്നു. അവർക്ക് ആ കുഞ്ഞിനെ നോക്കാനായിട്ടാണ് എന്നെ അവിടേക്ക് കൊണ്ടുപോകുന്നത്. അവിടെ കൊണ്ടുവന്ന് കഴിഞ്ഞ് ഞാൻ 10 ദിവസം അവിടെ പാർത്ത് കഴിഞ്ഞപ്പോൾ അവിടെ ഉള്ള ഒരു നേഴ്സിംഗ് സ്കൂളില് അന്ന് ഒരു ഇന്റർവ്യൂ നടക്കുന്നു. എൻ്റെ അമ്മാച്ചൻ എന്നോട് പറഞ്ഞു 10 മിനിറ്റിനകം നീ റെഡി ആകാമെങ്കിൽ നിന്നെ ഞാൻ ഇന്റർവ്യൂവിന് വിടാമെന്ന്. അങ്ങനെ എന്നെ ആ ഇന്റർവ്യൂവിന് വിട്ടു. എനിക്ക് ഭാഷ അറിയത്തില്ല, ഒന്നും അറിയത്തില്ല. ഞാൻ അവിടെ ചെന്നിരുന്നപ്പോൾ അവിടെ ഉണ്ടായിരുന്നതായ ഒരു സിസ്റ്റർ പറയുന്നത് കേട്ടു, ബോലോ മത്ത്. അപ്പോൾ എനിക്ക് മനസ്സിലായി സംസാരിക്കരുതെന്നാണെന്ന്. ബോലോ മത്ത്, ഇത്ര മാത്രമാണ് എനിക്കറിയാവുന്ന ഹിന്ദി. ഞാൻ അവിടെ പോയി 1976 ഞാൻ അവിടെ പോയി നേഴ്സിംഗ് സ്കൂളിൽ പോയി. ഞാൻ വലിയ 2 വർഷത്തെ കോഴ്സായ ANM കോഴ്സാണ് ഞാൻ പഠിച്ചത്. പഠിച്ചു. അവിടെ തന്നെ ഞാൻ 1978 തന്നെ ഞാൻ അവിടെ UP ഗവൺമെന്റിന്റെ ഒരു സ്റ്റാഫായിട്ട് അവിടെ ജോലി ചെയ്യാനായിട്ട് തുടങ്ങി. ആ ജോലി പഠിച്ചു കഴിഞ്ഞ് എനിക്ക് വേണ്ടിയിട്ട് എന്തോ പറയുന്നത് ഒരു ടിക്കറ്റിന് എടുക്കാനായിട്ട് ഞാൻ ചോദിച്ചാൽ ഏതോ എൻ്റെ പിതാവിൻ്റെതായിട്ടുള്ള അപ്രോച്ചില് എനിക്ക് ഒരു ടിക്കറ്റ് എടുത്തു തരണം. കാരണം ഡൽഹിയിൽ വന്ന് വേണം ഞാൻ ടിക്കറ്റ് എടുത്ത് നാട്ടിൽ പോകാൻ. ആ ടിക്കറ്റിന് വേണ്ടി അപ്രോച്ച് ചെയ്തതാണ് ഞങ്ങൾ തമ്മിലുള്ളതായ ബന്ധം സ്റ്റാർട്ട് ചെയ്യുന്നത്.
ആ ടിക്കറ്റ് എടുത്തു, എന്നെ നാട്ടിൽ വിട്ടു. വിട്ടു കഴിഞ്ഞിട്ട് ഇവിടെ എന്തോ ചോദിച്ചാൽ കൈക്ക് ഒരു പൊള്ളലേറ്റു. ആ സമയത്ത് ഞാൻ ചെന്നു എന്നും പറഞ്ഞ് ഞാനൊരു ലെറ്റർ എഴുതി, എന്നാൽ എനിക്ക് അതിന് മറുപടി എഴുതിയില്ല. ആ ശരി, അത് അവിടെ കഴിഞ്ഞല്ലോ എന്നും കണ്ടിരുന്നപ്പം കുറേ ദിവസം കഴിഞ്ഞപ്പോൾ എനിക്കൊരു ലെറ്റർ വന്നു. എനിക്കൊരു ആക്സിഡന്റ് ആയി, അത് ഞാരോടും പറഞ്ഞിട്ടില്ല, വീട്ടിലും പറയല്ലേ. ആ എഴുത്ത് വരുന്നത് തന്നെ ജോയിച്ചാന്റെ വീട്ടിലെ അഡ്രസ്സിലാണ് വരുന്നത്. അപ്പച്ചന്റെ പേരാണ്, പക്ഷെ കെയർ ഓഫ് എന്ന് എൻ്റെ പേര് മാത്രം വെച്ചിട്ടുണ്ട്. അപ്പച്ചൻ എത്രമാത്രം സിൻസിയർ ആയിരുന്നു എന്ന് വിചാരിച്ചോണം. എനിക്ക് ആ ലെറ്റർ പൊട്ടിക്കാതെ പോലും വീട്ടിൽ കൊണ്ടുവന്ന് തന്നു. ഞാനത് വായിച്ചും വെച്ച് അപ്പൊ എനിക്ക് എന്തുകൊണ്ടോ ഒരു കരച്ചിൽ വന്ന്. ഞാൻ കരഞ്ഞു. അമ്മ ചോദിച്ചു എന്തോ പറ്റി. ഞാൻ പറഞ്ഞു, അമ്മേ ആ ചെറുക്കൻ എന്തോ ഒരു ആക്സിഡന്റ് ആയി, ആ ആക്സിഡന്റ് കൈ പൊള്ളിയിരിക്കുമായിരുന്നു, അതുകൊണ്ടാണെന്ന് പറഞ്ഞു. അമ്മ പറഞ്ഞു, അയ്യോ അങ്ങനെ സംഭവിച്ചോ. ഞങ്ങളിങ്ങനെ വർത്താനം പറഞ്ഞു തിരിച്ചു വരുമ്പോഴും എന്നെ റിസീവ് ചെയ്യാനായിട്ട് അദ്ദേഹം റെയിൽവേ സ്റ്റേഷനിൽ വന്ന് ഞങ്ങളുടെ ഒരു ഫ്രണ്ടിന്റെ വീട്ടിൽ പോയി. ഞങ്ങളവിടെ എൻ്റെ അനിയത്തി വന്നിട്ടുണ്ടായിരുന്നു, അവളും അവളുടെ ഒരു കൂട്ടുകാരിയുമായിട്ട് അവിടെ താമസിച്ച് പിറ്റേ ദിവസം എന്നോട് പറഞ്ഞു, എന്നാ വീട്ടിൽ പോയിട്ട് പോകാം. ഞങ്ങൾ അവിടെ വീട്ടിൽ അന്ന് പോയി, ആ റൂമിൽ പോയി അവിടെ താമസിച്ച് ഒരു ദിവസം താമസിച്ചെന്ന് തോന്നുന്നു, ഞാനും എൻ്റെ അനിയത്തിയും കൂടെ. എന്നിട്ടാണ് ഞങ്ങൾക്ക് അങ്ങനെ ഞങ്ങളുടെ വിവാഹത്തിന് വേണ്ടിയിട്ടുള്ളതായ കാര്യങ്ങള് സത്യത്തിൽ ഒരു പ്രപ്പോസലായിട്ട് വീട്ടില് എൻ്റെ അമ്മ പറയുന്നുണ്ട്. ഞാൻ അന്ന് ഒന്ന് കണ്ടപ്പോൾ ഞാൻ ഓർത്ത്, എൻ്റെ ദൈവമേ, ഇതുപോലൊരു ചെറുക്കനെ എൻ്റെ മോളുകുട്ടിക്ക് കിട്ടണേ എന്ന് പ്രാർത്ഥിച്ചു എന്ന്. അമ്മ ഒരു പക്ഷെങ്കിൽ ആ പ്രാർത്ഥന കൊണ്ടായിരിക്കാം ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങൾക്ക് ഇങ്ങനെയൊക്കെ ആയിത്തീർന്നത്. അതിലും ഒരു കാര്യം കൂടെ ഞാൻ പറഞ്ഞുകൊള്ളട്ടെ. എൻ്റെ അമ്മച്ചിയുടെ അപ്പച്ചൻ നല്ലൊരു സുവിശേഷകനായിരുന്നു. മേലേത്ത് ജോസഫ് സാറ്. പുള്ളിക്കാരൻ കുമ്പളാമ്പിയയിൽ തലച്ചിറ എന്ന പ്രദേശത്താണ് പാർത്തുകൊണ്ടിരുന്നത്. അദ്ദേഹം പ്രാർത്ഥനാ ജീവിതം ഉള്ളതായ ഒരു വ്യക്തിയായിരുന്നു. ഞങ്ങൾക്ക് വേണ്ടി അപ്പച്ചനും അതുപോലെ തന്നെ അമ്മച്ചിയും വളരെയേറെ കണ്ണുനീരോടുകൂടെ പ്രാർത്ഥിച്ച് ഞങ്ങളെ അനുഗ്രഹിച്ച, അങ്ങനെ ആ അനുഗ്രഹം ലഭിച്ച ഒരു കൊച്ചുമോളാണ് ഞാൻ. എനിക്കൊരു മടിയും കൂടാതെ പറയുവാനായിട്ട് സാധിക്കും. ദൈവത്തിൻ്റെ കൃപ എന്നോട് കൂടെ ഉണ്ടായിരുന്നു. ഞാൻ പോയ സ്ഥാനങ്ങളിലൊക്കെ എനിക്ക് ഇരുന്നു. ഞാൻ മുജഫർനഗർ എന്ന പ്രദേശത്ത് എനിക്ക് ജോലി ആയി. ഞാൻ അന്ന് വില്ലേജ് ഏരിയയിലാണ്. എന്നാൽ നല്ല ഒരു വില്ലേജ്. ഇപ്പോഴും എനിക്ക് നല്ലതായിട്ട് ആ വില്ലേജിനെ പറ്റി വളരെ സന്തോഷമുണ്ട്. ഞങ്ങൾ ഒരു വർഷക്കാലം മാത്രമാണ് അവിടെ ജോലി ചെയ്ത്. അത് കഴിഞ്ഞ് 1979 ജനുവരി മാസം 7-ാം തീയതി ഞങ്ങളുടെ വിവാഹം കഴിഞ്ഞു. പിന്നെ ഞാൻ അവിടെ ജോലിക്ക് അങ്ങനെ അധികം നാൾ പോയില്ല, 2-3 മാസം. അത് കഴിഞ്ഞ് ഗാസിയാബാദിൽ ജോലി ചെയ്തുകൊണ്ടിരുന്ന സ്ഥലത്ത് ഞങ്ങൾക്ക് ഒരു ട്രാൻസ്ഫർ വാങ്ങിച്ച് അവിടെ വരുവാനും, അവിടെ ഒരു ESI ഡിസ്പെൻസറിയിലാണ് ഞാൻ ആദ്യം വന്ന് ഗാസിയാബാദിൽ ജോലി ചെയ്തത്. ESI ഡിസ്പെൻസറിയിൽ ജോലി ചെയ്തു. അവിടെ നിന്ന് അടുത്ത് തന്നെ, അതും ഞങ്ങൾ എന്നും രാവിലെ ഒരുമിച്ച് ജോലിക്ക് പോകുമ്പോൾ എന്നെ ആ ഡിസ്പെൻസറിയിൽ ഇറക്കിയിട്ട് പോകും. തിരിച്ചു വരുമ്പോൾ ഞാൻ എളുപ്പം 11:30 ആകുമ്പോൾ വീട്ടിൽ വരും. വൈകിട്ടാണെന്ന് വരിയിലും അതുപോലെ തന്നെ എന്നെ പിക്ക് ചെയ്തുകൊണ്ട് വരുവാനൊക്കെ അദ്ദേഹത്തിന് സാധിച്ചിരുന്നു. അത് കഴിഞ്ഞ് എൻ്റെ ഡിസ്പെൻസറിയിൽ നിന്ന് എനിക്ക് വേറൊരു സ്ഥലത്ത് മോഹൻനഗർ എന്ന് പറയുന്ന സ്ഥലത്തേക്ക് സ്ഥലമാറ്റമായി കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിൻ്റെ ഓഫീസ് വേറൊരു പ്രദേശത്തേക്ക് മാറി. അതും ആ വഴി തന്നെ ആയിരുന്നത് കൊണ്ട് എന്നെ കൊണ്ടുവിടുവാനും കൊണ്ടുവരുവാനും ഒക്കെ ഒരു പ്രയാസവും ഇല്ലാതെ അങ്ങനെ ദൈവത്തിൻ്റെ കരുതൽ ഒത്തിരി അനുഭവിപ്പാനായിട്ട് സാധിച്ചു. 1979 മുതൽ 2006 വരെ ഞങ്ങൾ ഗാസിയാബാദ് എന്ന് പറയുന്നതായ ആ പ്രദേശത്ത് പാർത്തു. ദൈവത്തിൻ്റെ അനുഗ്രഹത്താൽ ഞങ്ങളെന്നാൽ ഏറ്റവും ദൂരെ നിന്നാണ്, ഡൽഹിയിലാണ് ചർച്ചിൽ പോയിക്കൊണ്ടിരുന്നത്. ചർച്ചിൽ പോകുവാനും അവിടുത്തെ ഓരോ കാര്യങ്ങൾക്ക് ചുമര് കൊടുപ്പാനും ഞങ്ങൾക്ക് സാധിച്ചു. ഞങ്ങൾക്ക് 2 പെൺമക്കളെ ദൈവം ദാനമായിട്ട് തന്നു.
മൂത്ത മകൾ ജെനിമോൾ, അവൾ ഇന്ന് നാട്ടിൽ കുമ്പനാടിന്റെ പ്രദേശത്ത് പാർത്തുകൊണ്ട് ജോലി ചെയ്യുന്നു. അവളുടെ ഭർത്താവ് റവറൻ സജി മാത്യു ഞങ്ങളുടെ സഭയുടേതായിട്ടുള്ള ഒരു സെക്രട്ടറി ആയിട്ട് ഇന്നിപ്പോൾ പുള്ളി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു. അതോടൊപ്പം 2 ഇടവകയും പുള്ളിക്ക് പ്രവർത്തിപ്പാനായിട്ടുണ്ട്. അവർക്കും 2 കുഞ്ഞുങ്ങളെ ദൈവം ദാനമായിട്ട് കൊടുത്തു. ആ കുഞ്ഞുങ്ങളിൽ മൂത്ത മോളിന്ന് മുമ്പേ ചോദിച്ചാൻ പറഞ്ഞതുപോലെ ജോർജിയയിൽ മെഡിസിന് 3rd ഇയർ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നു. 2ാമത്തെ മോള് 10ാം ക്ലാസ്സിൽ പരീക്ഷ എഴുതുവാനായിട്ട് ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നു. 2ാമത്തെ മോളുടെ ജനനത്തെ പറ്റി പറഞ്ഞാൽ തന്നെ വളരെ നമ്മുടെ നാട്ടിൽ മലയാളികൾക്ക് ഒക്കെ ഉണ്ട്. ഒരു പെൺകുഞ്ഞുണ്ടായി, 2ാമതൊരു പെൺകുഞ്ഞുണ്ടായി കഴിയുമ്പോൾ വളരെ ഒരു അവജ്ഞയോടുകൂടി നോക്കുന്നതായ ഒരു സ്വഭാവമുണ്ട്. ഈ കുഞ്ഞുണ്ടായപ്പോഴും അയ്യോ 2ാമത്തേതും പെണ്ണോ എന്ന് ചോദിച്ചു. അന്ന് എൻ്റെ അമ്മച്ചി പറഞ്ഞു അവള് പെണ്ണല്ല പൊന്നാന്ന്. ദൈവത്തിന്റെ കൃപ, ഹല്ലേലൂയ. എത്ര പറഞ്ഞാലും മതി വരത്തില്ല. ഞങ്ങൾക്ക് ഇത്രമാത്രം നല്ല കുഞ്ഞുങ്ങളെ തന്നതിനായിട്ട് ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. ആ മോള് ഞങ്ങളോടൊപ്പം 2006 ഈ അമേരിക്കയുടെ പ്രദേശത്ത് വരുവാനായിട്ട് സാധിച്ചു. ഞങ്ങൾ ഡാലസിലാണ് വന്നത്. ഡാലസിൽ വന്നു, അവിടെ പാർത്തു. കുഞ്ഞിൻ്റെ 1 വർഷം കൂടെ പഠിക്കുവാനായിട്ടുണ്ടായിരുന്നു. കുഞ്ഞ് തിരിച്ചു വന്ന് വീണ്ടും അവൾ വന്ന് 1 മാസം കഴിഞ്ഞില്ല, അതിനു മുമ്പ് തന്നെ അവളൊരു ഹോസ്പിറ്റലിൽ വന്ന് പേഷ്യൻ്റ് കെയറിൻ്റെ ടെക്കായിട്ടാണ് ജോലിക്ക് കയറി. അവൾ ഇവിടെ വന്ന് അവൾ പഠിച്ച് എക്സാം എഴുതി ആദ്യ ചാൻസിൽ തന്നെ അവൾക്ക് പാസ്സായി കഴിഞ്ഞ് 1 ദിവസം പോലും അവൾ ആ ടെക്കായിട്ട് ജോലി ചെയ്യുവാനായിട്ട് ദൈവം അനുവദിച്ചില്ല. അവൾ അവിടെ കുറച്ചു നാൾ ആറനായിട്ട് ജോലി ചെയ്തു. അത് കഴിഞ്ഞിട്ട് അവിടെ നിന്നുകൊണ്ട് തന്നെ അവള് ഒരു നേഴ്സ് മാനേജർ വരെ ആ ഹോസ്പിറ്റലിൽ തന്നെ നിന്നുകൊണ്ട് ജോലി ചെയ്തു. അത് കഴിഞ്ഞാണ് 2021 അവൾ ഹൂസ്റ്റണിലേക്ക് മാറി. ഹൂസ്റ്റണിൽ വന്നും നേഴ്സ് മാനേജറായിട്ടും അതുപോലെ തന്നെ പേഷ്യൻ്റ് കെയറിൻ്റെ ഇപ്പം ജോലി ചെയ്യുന്നത് വുമൻസ് ഹോസ്പിറ്റലിൽ പേഷ്യൻ്റ് കെയറിൻ്റെ ഡയറക്ടറായിട്ടാണ്. അതോടൊപ്പം അവളുടേതായിട്ടുള്ള പഠനങ്ങളും ചെയ്തുകൊണ്ടിരുന്നു. അവളുടെ വിവാഹം 2010 ഓഗസ്റ്റിൽ കഴിഞ്ഞു. 2010 ഓഗസ്റ്റിൽ കഴിഞ്ഞു. നല്ലൊരു മകനെയാണ് ഞങ്ങൾക്ക് ദൈവം തന്നത്. അവൻ്റെ പേര് അനീഷ് എബ്രഹാം എന്നാണ്. ഇന്നിപ്പോൾ ഹൂസ്റ്റണിൻ്റെ പ്രദേശത്ത് പാർത്തുകൊണ്ട് ജോലി ചെയ്യുകയും അതോടൊപ്പം ഞങ്ങളെയും കെയർ ചെയ്യുകയും ചെയ്യുന്നു. അവർക്കും 2 കുഞ്ഞുങ്ങളെ ദൈവം കൊടുത്തിട്ടുണ്ട്. 2 കുഞ്ഞുങ്ങളും ദൈവത്തിന് വേണ്ടി വളരെ ജാഗ്രതയോടുകൂടി പഠിക്കുന്ന കുഞ്ഞുങ്ങളാണ്. ഓരോ ദിവസവും ഞങ്ങളെ തന്നെ ഉപദേശിച്ചു തരുന്ന 2 പിഞ്ച് പൈതങ്ങളെയാണ് അവർക്കും കൊടുത്തിരിക്കുന്നത്. അങ്ങനെ അവർ ഈ പ്രദേശത്ത് പാർത്തുകൊണ്ടിരിക്കുന്നു. ദൈവം ഓരോ ദിവസവും ഞങ്ങൾക്ക് അതിശയകരമായി നടത്തുന്നു. അതിനു മുമ്പായിട്ട് ഞാൻ ഒരു കാര്യം കൂടെ പറഞ്ഞുകൊള്ളട്ടെ. 1976 ഞാൻ നാട്ടിൽ വന്ന് കഴിഞ്ഞപ്പോൾ ഞാനിങ്ങനെ അവിടെ പഠിക്കാനായിട്ട് പോയി കഴിഞ്ഞപ്പോൾ എനിക്ക് ചുമയുടെ ഒരു പ്രയാസം ഉണ്ടായി. അപ്പം ചുമ വന്നു കഴിഞ്ഞപ്പം ആ സമയങ്ങളിലൊക്കെ ഈ TV ആണെന്നുള്ള ഒരു ചിന്ത വന്നു. എന്നെ കൊണ്ടുവന്ന് TV ക്ലിനിക്കിൽ കൊണ്ടുപോയി എക്സ്റേ എടുത്ത് എനിക്കിന്നും അറിയത്തില്ല എന്തുകൊണ്ട് സംഭവിച്ചു എന്നും അറിയത്തില്ല. അപ്പം ഡോക്ടേഴ്സ് പറഞ്ഞു ഇതങ്ങ് TVയുടെ അങ്ങേയറ്റമായിരിക്കുകയാണ്, 6 മാസത്തിൽ കൂടുതൽ ജീവിക്കത്തില്ല. പെട്ടെന്ന് എൻ്റെ അമ്മാച്ചൻ എൻ്റെ ആങ്ങളെ വിളിപ്പിച്ചു, 6 മാസത്തിൽ കൂടുതൽ ജീവിച്ചിരിക്കുവാനായിട്ട് അവസ്ഥയില്ല, അതുകൊണ്ട് പെട്ടെന്ന് അങ്ങ് തിരിച്ചു കൊണ്ടുപോകുമെന്ന് പറഞ്ഞു. എന്നാൽ ഞാനൊരു തീരുമാനമെടുത്തു, മരിക്കുകയാണെങ്കിൽ മരിക്കട്ടെ, എന്നാൽ ഞാൻ ഇവിടെ തന്നെ നിൽക്കുന്നു. ഞാൻ അന്ന് തുടങ്ങി എനിക്ക് 2 ഇഞ്ചക്ഷൻ, അന്ന് സെപ്റ്റോമൈക്സിൻ എന്ന് പറയുന്ന ഒരു ഇഞ്ചക്ഷനാണ്. 2 ഇഞ്ചക്ഷൻ തന്നു. 2 ഇഞ്ചക്ഷന് ആദ്യത്തെ തന്നപ്പം തല കറങ്ങി, 2ാമത്തെ തന്നപ്പോഴും എന്നെ ഹോസ്പിറ്റലിൽ ഞങ്ങളുടെ ട്രെയിനിങ് സെന്ററിൽ നിന്ന് കൊണ്ടുപോയ വണ്ടിയെ ഞാൻ മയങ്ങി. അത് കഴിഞ്ഞ് ഞാൻ ഒരു മെഡിസിനും കഴിച്ചിട്ടില്ല അതിൻ്റെതായിട്ടുള്ള രീതിയിൽ. എന്നാൽ ദൈവം എന്നെ ഇന്നും നിലനിർത്തിക്കൊണ്ടിരിക്കുന്നു. അതും കഴിഞ്ഞു ഡാലസിൽ വന്നു കഴിഞ്ഞപ്പോൾ ഇതുപോലെ തന്നെ ഡോക്ടർ പറഞ്ഞു, എന്തോ നിന്റെ ലങ്സിൽ എന്തോ ഒന്നുണ്ട്, അതുകൊണ്ട്
പെട്ടെന്ന് നിങ്ങൾ പോയി ഓങ്കോളജിയിൽ പോയി കൊള്ളാൻ. ഓങ്കോളജിയിൽ പോയി അവിടെ ചെന്നു ഡോക്ടർ നോക്കിയിട്ട് പറഞ്ഞു ഒന്നുമില്ല, നിനക്ക് ദൈവം തമ്പുരാനിത് നിന്റെ ജനനത്തിൽ തന്നെ തന്നിരിക്കുന്നതാണ്. നിന്റെ ലങ്സിലെ ഒരു പരിപ്പിന്റെ അത്രയുള്ള ഒരു ഹോളുണ്ട്, അത് ഒന്നുമില്ലെന്ന് പറഞ്ഞു. അങ്ങനെ അതും കഴിഞ്ഞു. ഇപ്പോഴും ഈ 2022 ടെസ്റ്റിന് ചെന്നപ്പോഴും ഇവിടുത്തെ ഡോക്ടറും പറഞ്ഞു, ഇവിടെ ഹെർമൻ മെമ്മോറിയലിന്റെ ഡോക്ടർ പറഞ്ഞു ചെക്ക് ചെയ്യണം. ചെക്കൊക്കെ ചെയ്തു, ഒരു കുഴപ്പവും ഇല്ലെന്നാണ് ഇന്ന് വരെയും. അങ്ങനെ ഒരു സ്പെഷ്യൽ ശരീരത്തിന്റെ ഒരു ഉടമയോടാണ് എന്ന് ഞാൻ അത് ഓർപ്പിച്ചു കൊള്ളട്ടെ. വളരെ സന്തോഷത്തോടുകൂടി കുഞ്ഞുങ്ങളും ഞങ്ങളും ഈ ഹൂസ്റ്റന്റെ പ്രദേശത്തും പാർത്തുകൊണ്ടിരിക്കുന്നു. ഞങ്ങളുടെ ഓരോ ദിവസത്തെയും നടപ്പിലും ഇരിപ്പിലും ഒക്കെ ദൈവത്തിന്റെ കരുണ ധാരാളം അനുഭവിപ്പാനായിട്ടിടയായി. എന്നാൽ ഇതിലൊക്കെ ഉപരി എനിക്ക് എപ്പോഴും പറയാനുള്ളത്, ഞങ്ങളുടെ എന്റെയും ജോയിച്ചാന്റെയും മാതാപിതാക്കൾ പ്രാർത്ഥിക്കുകയും ചെയ്ത് ദൈവത്തെ അറിയുന്നവരുമായിരുന്നത് കൊണ്ട് മാത്രമാണ് ഞങ്ങൾക്ക് ഈ നന്മ അനുഭവിപ്പാനായിട്ട് സാധിച്ചിരിക്കുന്നത്. ഇന്ന് ഒരു കുറവുമില്ലാതെ കർത്താവ് പരിപാലിച്ചു കൊണ്ടിരിക്കുന്നു. ദൈവത്തിന്റെ കൃപ ധാരാളമുണ്ട്. ഇതൊക്കെ അനുഭവിപ്പാനായിട്ട് ഞങ്ങളുടെ മാതാപിതാക്കളുടെ കണ്ണുനീരും പ്രാർത്ഥനയുമാണ് ഞങ്ങളെ നിലനിർത്തിയിരിക്കുന്നത്. അതിനുവേണ്ടി ഇത് കേൾക്കുന്ന ഓരോരുത്തർക്കും ഇതൊരു പ്രചോദനമാകുവാൻ തക്കോണം ദൈവം ഇടയാക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ 2 വാക്കുകൂടെ. UP ജോലി ചെയ്തെന്ന് പറഞ്ഞു, ഡാലസ് വന്ന് ജോലി ചെയ്തിരുന്നോ? അതുപോലെ തന്നെ ഈ ജോലികൾ തമ്മിൽ എന്തെങ്കിലും വ്യത്യാസമുണ്ടോ മെഡിക്കൽ ഫീൽഡിൽ? ഉണ്ടായിരുന്നു. ഞാൻ UP ഒരു നേഴ്സായിട്ടാണ് ജോലി ചെയ്തുകൊണ്ടിരുന്നത്. വളരെ സൗകര്യപ്രദമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബുദ്ധിമുട്ടുമില്ലാത്ത ഒരു ജോലിയാണ് ഞാൻ ESI ഹോസ്പിറ്റലിലും അതുപോലെ തന്നെ UP ചെയ്തുകൊണ്ടിരുന്നത്. അതും കഴിഞ്ഞ് ഡാലസിൽ വന്നു കഴിഞ്ഞപ്പം ഞാൻ ടെസ്റ്റ് എഴുതാനോ ഒന്നിനും പോയില്ല. ഞാൻ എയർപോർട്ടിൽ സെക്യൂരിറ്റി ആയിട്ടാണ് ജോലി ചെയ്തത്. സെക്യൂരിറ്റി ആയിട്ട് ജോലി ചെയ്തു. അവിടെ ഒരു പ്രയാസവുമില്ലാത്ത ഒരു ജോലി. ഒരു ഗേറ്റിന്റെ അവിടെ ചെന്നിരിക്കുക, യാതൊരു ബുദ്ധിമുട്ടുമില്ലാതെ. എന്നാൽ ജോലി തമ്മിൽ വളരെ ഡിഫറൻസ് ആയിരുന്നു. ഇവിടെ വന്നു കഴിഞ്ഞപ്പം നമ്മളുടെ നാട്ടിലെ ചെന്നിരുന്ന് കഴിയുമ്പം പിന്നെ ആയമാര് കൊണ്ടുവന്ന് വെള്ളം തരും ഞങ്ങൾക്ക്, അങ്ങനെ വളരെ സുഗമമായിട്ട്. ഇവിടെ വന്നപ്പോൾ ഞാൻ ഇരിക്കുന്ന സ്ഥാനത്താണ് ഞങ്ങളുടെ സൂപ്പർവൈസർ ഇരുന്നത്. അപ്പൊ ആദ്യത്തെ ദിവസം ഞാൻ ജോലിക്ക് വന്നു കഴിഞ്ഞപ്പം ഞാൻ അവിടെ ഇരിക്കുമ്പം ഇദ്ദേഹം കുറച്ച് പേപ്പർ ഇങ്ങനെ കീറി ആ ടേബിളിന്റെ പുറത്ത് വെച്ച്, നമ്മൾ അവിടെ ചെയ്തതാണെന്ന് വരില്ല, അത് കൊണ്ട് കളയുന്നത് നമ്മളുടെ താഴെയുള്ള ജോലിക്കാരാണല്ലോ. ഞാൻ അത് എടുത്തു ആ പേപ്പർ. അന്നേരം ആ സൂപ്പർവൈസർ എന്നോട് പറഞ്ഞു, നോ ഐ ഡു ഇറ്റ്. എനിക്കത് വളരെ ഇപ്പോഴും എനിക്കതൊക്കെ ഓർക്കുമ്പം നമ്മളുടെ കീഴ് ജോലിക്കാർ നമുക്ക് വേണ്ടി ചെയ്യുന്ന സേവ, പക്ഷെ ഇവിടെ അങ്ങനെ ഒരു ഡിഫറൻസ് ഇല്ലാതെ അവരവർ തന്നെത്താനെ ചെയ്യുന്നതായ ഒരു സ്വഭാവം അതിവിടെ ഇപ്പോൾ വന്ന് എനിക്ക് പഠിക്കുവാനായിട്ടും അതെൻ്റെ ജീവിതത്തിൽ ഒരു പാഠമാകുവാനും എനിക്ക് ഇടയാക്കി. പാടുവോ 2 ലൈൻ പാട്ട് പാടും? ഓക്കെ, നോ പ്രോബ്ലം. താങ്ക് യു. ഓക്കെ, താങ്ക് യു. ക്രിസ്തീയ ജീവിതം സൗഭാഗ്യ ജീവിതം. ബാക്കി മറന്നുപോയല്ലോ. ഞാനിവിടെ പാടിക്കോ കൂടിയാ കേട്ടോ. ക്രിസ്തീയ ജീവിതം സൗഭാഗ്യ ജീവിതം, കർത്താവിൻ കുഞ്ഞുങ്ങൾ ആനന്ദദായക. കഷ്ടങ്ങൾ വന്നാലോ ക്രിസ്തേശു നായകൻ കൂടാളിയാണ്. ക്രിസ്തീയ ജീവിതം സൗഭാഗ്യ ജീവിതം, കുഞ്ഞുങ്ങൾക്ക് ആനന്ദദായക. ഞങ്ങളുടെ 2 പേരുടെയും സ്വദേശം സീതത്തോടാണെന്നുള്ളത് മുമ്പ് ഇൻഡിവിജ്വൽ ആയിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞല്ലോ. 2 പേരും വളർന്നു വന്നത് സീതത്തോട്ടിലാണെങ്കിലും പരസ്പരം ഇന്ന കുടുംബത്തിലെ ഇന്നാരെന്നുള്ളത് അറിയാം. സ്കൂളിൽ പോകുന്നതും വരുന്നതും അനേക കുട്ടികൾ വരുന്നു, പഠിക്കുന്നു, പോകുന്നു. അല്ലാതെ വലിയ പരിചയമോ വലിയ ഇടപെടലോ ഒന്നും ഇല്ലായിരുന്നു. പിന്നീട് വിവാഹത്തെ പറ്റിയുള്ള ആലോചനകൾ വരുന്നത് നാട്ടിൽ ഞാൻ ഒരു പ്രാവശ്യം അവധിക്ക് ചെന്നപ്പോൾ ഇവരുടെ മോളിയുടെ പിതാവ് എൻ്റെ പിതാവുമായിട്ട് വളരെ സുഹൃത്തുക്കളായിരുന്നു. അവര്
ഞങ്ങളുടെ വീട്ടില് എൻ്റെ പിതാവിന് കച്ചവടമൊക്കെ ഉണ്ടായിരുന്നു, ചായക്കടയും അങ്ങനെയുള്ള ബിസിനസ്സുകൾ. അപ്പൊ അവിടെ ഇരുന്ന് ചായ കുടിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇങ്ങനെ സംസാരിക്കുകയും കാര്യങ്ങൾ പറയുകയും ചെയ്തു. എൻ്റെ സിസ്റ്ററിന് ഒരു നേഴ്സിങ്ങിന് അഡ്മിഷന് വേണ്ടിയിട്ട് ഫോമിന്റെ കാര്യങ്ങളെ പറ്റി തിരക്കാനായിട്ടാണ് ആദ്യമേ ഇവര് പഠിച്ച് ജോലി ചെയ്തുകൊണ്ടിരുന്ന ഇവരുടെ നേഴ്സിംഗ് കോളേജിൽ ഞാൻ അതിന്റെ ഫോമിന് വേണ്ടി അന്വേഷിക്കാനായിട്ട് പോയി. അവിടുന്ന് നാട്ടിൽ നിന്ന് ഈ ഇവരുടെ 2 സിസ്റ്റേഴ്സ്, അദ്ദേഹത്തിന്റെ മക്കൾ പഠിക്കുന്ന മോളിയുടെ ഇളയ സിസ്റ്ററും അവിടെ പഠിച്ചുകൊണ്ടിരുന്നു. അവിടെ ചെന്ന് അങ്ങനെ കാണുമ്പോൾ ആദ്യത്തെ പരിചയം സ്കൂൾ ലൈഫിൽ കണ്ടിട്ടുണ്ടെങ്കിലും കൊച്ചു പ്രായത്തിൽ കണ്ടിട്ടുണ്ടെങ്കിലും ഒരിക്കലും ശ്രദ്ധിക്കപ്പെട്ടിട്ടില്ല. പരസ്പരം ഞാൻ ശ്രദ്ധിച്ചിട്ടില്ല, ഇന്നടത്തെ ഇന്നാരെന്നുള്ളതല്ല, ഒരു പരിചയമോ അങ്ങനെയുള്ളതൊന്നുമില്ലായിരുന്നു. ആ നഴ്സിംഗ് ഫോം മേടിക്കാൻ എൻ്റെ സിസ്റ്ററിന് വേണ്ടിയിട്ട് പോയി. അങ്ങനെയാണ് പുള്ളിക്കാരത്തി ആദ്യം കാണുകയും പരിചയപ്പെടുകയും ചെയ്യുന്നത്. അതിനുശേഷം പിന്നീട് നാട്ടിൽ ഞാൻ അവധിക്ക് ചെന്നപ്പോൾ പിതാവിനോട് വിവാഹാലോചന വന്നപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് ആ പെൺകുട്ടിയെ വിവാഹം കഴിച്ചാൽ കൊള്ളാമെന്നുള്ള താല്പര്യം പറയുകയും അങ്ങോട്ടും ഇങ്ങോട്ടും ആലോചിച്ച കാര്യങ്ങൾ തീരുമാനിക്കുകയും 1979 ജനുവരി മാസം 7-ാം തീയതി ഡൽഹി സഫ്ദർജംഗ് ഇവാഞ്ചലിക്കൽ പള്ളിയിൽ വെച്ച് ഞങ്ങളുടെ വിവാഹം നടക്കുകയുമാണ് ചെയ്തത്. അപ്രകാരമാണ് ഞങ്ങളുടെ കുടുംബജീവിതത്തിന്റെ തുടക്കം. പിന്നീടുള്ള കാര്യങ്ങൾ ഇന്ത്യയില് ഞങ്ങള് പല ജീവിത മേഖലകൾ അവിടെ കാശിവാദില് കുടുംബമായിട്ട് പാർത്തു, മക്കളെ അവിടെ പഠിപ്പിച്ചു. പിന്നീട് 2006 അമേരിക്കയിലേക്ക് മൈഗ്രേറ്റ് ചെയ്തു. ഇത്രയൊക്കെയാണ് ജീവിത സാഹചര്യങ്ങൾ. പിന്നീട് എനിക്ക് ശനിയെ പരിചയപ്പെടുത്തി തന്നത് എൻ്റെ നാട്ടിൽ എൻ്റെ ചെറുപ്പകാലത്തിൽ ഞങ്ങൾ ഒരുമിച്ച് സൺഡേ സ്കൂളിൽ അഭ്യസിച്ചുകൊണ്ടിരുന്ന മലയിൽ പാപ്പിച്ചേട്ടൻ എന്നാണ് ഞങ്ങളെ ഈ വിളിക്കാറുള്ളത്. മത്തായിയുടെയും റെഞ്ചിയുടെയും പിതാവിന്റെ പേരാണ് പാപ്പിച്ചേട്ടൻ എന്ന്. പാപ്പിച്ചേട്ടന് അദ്ദേഹം മിലിറ്ററി റിട്ടയർഡ് ആയിരുന്നു. പുള്ളി വളരെ ചിട്ട വഴി കൃത്യസമയത്ത് പള്ളിയിൽ വരികയും കൃത്യസമയത്ത് കൃത്യനിഷ്ഠയോടെ വളരെ പുള്ളിയുടെ ഉടുപ്പിലും നടപ്പിലും സംസാരത്തിലും ഇടപെടലിലും ഒക്കെ ഒരു കൃത്യനിഷ്ഠയുള്ള ഒരു മനുഷ്യനായിരുന്നു. അതുപോലെ ഈ റെഞ്ചി എന്ന വളരെ ചെറുപ്രായത്തില് കൊച്ചു വയതിലായിരിക്കുമ്പോ തൊട്ട് റെഞ്ചിയുടെ സിസ്റ്റേഴ്സ് മത്തായി, അതുപോലെ തന്നെ സിസ്റ്റർ അമ്മണി, ഞങ്ങളൊക്കെ ഒരുമിച്ച് സൺഡേ സ്കൂൾ പഠിച്ചതാണ്. അന്ന് മുണ്ടമ്പാറയാണ് ഞങ്ങൾക്ക് ഇവാഞ്ചലിക്കൽ പള്ളിയുടെ ഒരു ആലയമുള്ളത്. അപ്പൊ അവിടെയാണ് ഞാൻ ആലയത്തില് ആരാധനയ്ക്ക് എൻ്റെ പിതാവിനോടൊപ്പം പോകുന്നത്. അപ്പൊ റെഞ്ചിയെ മിക്കവാറും ഞങ്ങള് സൺഡേ സ്കൂളിന് പോകുമ്പോൾ ഒന്നിൽ ഞങ്ങളെ കൂട്ടിക്കൊണ്ട് പോകും, അല്ലെങ്കിൽ അവരുടെ സഹോദരങ്ങളെ എടുത്തുകൊണ്ട് വരും. ആ ചെറുപ്രായത്തില് അങ്ങനെ ആ ചെറുപ്രായം മുതൽ റെഞ്ചി മുഖാനെയാണല്ലോ എനിക്ക് റെനിയെ പരിചയപ്പെടാനിടയായത്. റെനിയെ പരിചയപ്പെട്ടതിലും റെഞ്ചി ഇവിടെ വന്ന് ഞങ്ങളെ പരിചയപ്പെടുത്തി തന്നതും റെനിയുമായിട്ടുള്ള ആ സൗഹൃദത്തിന് വളരെയധികം നന്ദി. റെഞ്ചിയുടെ കുടുംബത്തെയും അതുപോലെ തന്നെ മത്തായി അവരുടെ കുടുംബത്തെയൊക്കെ ഞങ്ങൾ നന്ദിയോടെ ഓർക്കുന്നു. അവരുടെ കുടുംബത്തിൽ നിന്ന് ഒരുപാട് സ്നേഹവും സൽക്കാരവും ഒക്കെ ഞങ്ങൾക്ക് ലഭ്യമായിട്ടുണ്ട്. താങ്ക് യു. ഒരു കാര്യം കൂടെ ചോദിച്ചാൽ, സാറിന്റെ സിസ്റ്റർ കൊണ്ടുവന്ന സിസ്റ്റർ ഇപ്പൊ അമേരിക്കയിലില്ലേ? മറ്റോ വേറെ ഒരു സിബ്ലിങ്സ് അമേരിക്കയിലില്ലേ? എന്റെ സിസ്റ്ററിന്റെ മൂത്ത സിസ്റ്റർ ആണല്ലോ ഇവിടെ കൊണ്ടുവന്നത്. മൂത്ത സിസ്റ്ററിന്റെ മൂത്ത മകള് കുടുംബമായിട്ട് ഡാളസിൽ ഇപ്പോഴും ഉണ്ട്. അവരുടെ പേര് അനു എന്നാണ്, അനിത. അവരുടെ ഹസ്ബൻഡ് ടിനു. അവർക്ക് സ്വന്തമായിട്ട് ഫിസിക്കൽ തെറാപ്പിയുടെ ഡോക്ടറേറ്റ് 2-3 ഡോക്ടറേറ്റ് ഒക്കെ ഉള്ള ആളാണ് ടിനുവിന്റെ 2-3 ക്ലിനിക്ക് സ്വന്തമായിട്ട് നടത്തുന്നുണ്ട്. അനു ആണെങ്കിലും നേഴ്സ് പ്രാക്ടീഷണറായിട്ട് അവളും ജോലി ചെയ്യുന്നു. അവർക്ക് 2 കുഞ്ഞുങ്ങളുണ്ട്. ആ കുഞ്ഞുങ്ങള് മൂത്ത മോൻ ഇപ്പോൾ മെഡിസിന് പഠിച്ചുകൊണ്ട് ഇരിക്കുന്നു. അവന്റെ വിദ്യാഭ്യാസം ഏതാണ്ട് പകുതിയായി. മോളിപ്പം 12 കഴിഞ്ഞ അവളും കോളേജ് ലൈഫിലേക്ക് പോകുന്നു. ആ കുഞ്ഞുങ്ങള് ഉണ്ട്. എൻ്റെ സിസ്റ്ററിന്റെ മൂത്ത മകള് കുടുംബമായിട്ട് അവിടെ ഉണ്ട്. അതുപോലെ തന്നെ സിസ്റ്ററിന്റെ മകൻ ഡാളസിലുണ്ട്. അവന്റെ പേര് ബെൻസൺ ആണ്, ബെൻസൺ വർഗീസ് എന്നാണ്. അവന് ലോയറായിട്ട് സ്വന്തമായിട്ട് ലോ ഫാം ഉണ്ട്. ബെൻസൺ കുടുംബമായിട്ട് അവന്റെ വിവാഹം കഴിഞ്ഞ് അവന് 2-3 കുഞ്ഞുങ്ങളുണ്ട്. അവര് കുടുംബമായിട്ട് ഡാളസിൽ ഒരു ലോ ഫാം നടത്തുന്നുണ്ട്. ആ ലോ ഫാമിന്റെ ഒത്തിരി ഡീറ്റെയിൽസ് എനിക്കറിയത്തില്ല. ഞാൻ ഇനി ഓഷനിലേക്ക് മൂവ് ആയതിനു ശേഷമാണ് അവന് ആ ലോ ഫാം ഒക്കെ തുടങ്ങി. അങ്ങനെ സിസ്റ്ററിന്റെ 2 മക്കള് ഡാളസിൽ തന്നെ ഉണ്ട്. ഇളയ മകള് റാന്നിയിൽ അവരോടൊപ്പം റാന്നിയിൽ അവർ പാർക്കുന്ന ഇളയ മകള്, അവളുടെ വിവാഹം കഴിച്ചിരിക്കുന്ന ഹസ്ബൻഡ് അവനും ഇപ്പോൾ ഡാളസിൽ ജോലി ചെയ്യുന്നുണ്ട്. അവളുടെ കുഞ്ഞുങ്ങൾ നാട്ടിൽ പഠിക്കുമായുണ്ട്. അവര് നാട്ടിലാണ്. അങ്ങനെ സിസ്റ്റർ അവര് കുടുംബമായിട്ട് ഇവിടെ ആയിരിക്കുന്നു. ഞാൻ അവര് മുഖാന്തരം ഈ അമേരിക്ക കാണുവാനുള്ള ഒരു ഭാഗ്യവും അവര് അന്ന് ഞങ്ങൾക്ക് വേണ്ടി ആ പേപ്പർ വർക്ക് ത്യാഗപൂർവ്വം ചെയ്തത് കൊണ്ടാണ് ഞങ്ങൾ അമേരിക്കയിൽ വന്നിരിക്കുന്നത് എന്നുള്ളത്. ഞങ്ങൾക്ക് അമേരിക്കയിൽ വരാൻ, അല്ലെങ്കിൽ ഞാൻ ഒരിക്കലും
അമേരിക്കയിൽ കേട്ടിട്ടുള്ളത് പഠിച്ചിട്ടുള്ളതല്ലാതെ കണ്ട് അമേരിക്കയിൽ വരണം എന്നുള്ള ഒരു ആഗ്രഹമേ ഇല്ലായിരുന്നു. ഞങ്ങൾക്ക് രണ്ടുപേർക്കും ദൈവം അനുവദിച്ച് പുള്ളിക്കാരത്തേക്ക് അവിടെ ഗവൺമെന്റ് ജോലിയും എനിക്ക് പ്രൈവറ്റ് കമ്പനിയിൽ നല്ല ജോലിയും വളരെ ബുദ്ധിമുട്ടാണ്. ഇവിടെ വരണമെന്നുള്ളത് ദൈവത്തിന്റെ ഹിതമായിരുന്നു. അത് ദൈവത്തിന്റെ പ്രകാരമായിരിക്കുന്നു. അതിന് ദൈവത്തിന് സ്തോത്രം. തുടക്കത്തിൽ വിചാരിച്ചിരുന്നോ തിരിച്ചങ്ങ് പോയാൽ കൊള്ളാവുന്ന? ആദ്യ കാലങ്ങളിൽ വന്നപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ജോലി ചെയ്ത കൾച്ചറും ആ ജോലിയുടെ ആ സ്റ്റാറ്റസും അവിടെയുള്ള സ്റ്റാറ്റസും ഇവിടെ വന്നിട്ട് ബാഗേജ് സർവീസിൽ, അമേരിക്കൻ എയർലൈനിന്റെ ബാഗേജ് സർവീസ് എന്ന് പറഞ്ഞാൽ ധാരാളം ബാഗുകൾ, അന്ന് ലഗേജിനൊന്നും പൈസ ഇല്ലാത്ത സമയമാണ്. അപ്പൊ അമേരിക്കൻ എയർലൈൻസിൽ ഫ്ലൈറ്റ് ഒക്കെ വന്ന് ഇറങ്ങുമ്പോൾ കർഷർ നിറച്ച് ബാഗ്സ് ആണ് വരുന്നത്. അപ്പൊ ചില സമയങ്ങളിൽ പാസഞ്ചർ വേറൊരു ഫ്ലൈറ്റിൽ വരുന്നു, ബാഗ് വേറൊരു ഫ്ലൈറ്റിൽ വരുന്നു, അങ്ങനെ ഒരുപാട് മിക്സപ്പ് ആയിട്ട് വരുന്നു. അപ്പൊ ഈ കർഷറിൽ വരുന്ന ബാഗുകളൊക്കെ തന്നെത്താനെ ചുമ്മി തലയിൽ വെക്കുകയും വളരെ കഷ്ടപ്പെട്ട് ജോലി ചെയ്തു. അപ്പോഴൊക്കെ ചിന്തിച്ച് ഞാനിത് എങ്ങനെയെങ്കിലും ഒന്ന് തിരിച്ച് നാട്ടിൽ പോയാൽ മതി. കാരണം ഇവിടുത്തെ ഈ ജോലി ഇത്ര മാത്രം കഷ്ടപ്പെട്ട് ജീവിക്കണം, തന്നെത്താനെ ഓരോ കാര്യങ്ങൾ ചെയ്യണം. എന്നാല് അളിയനും പെങ്ങളും എന്റെ പെങ്ങളും പറയുമായിരുന്നു, ഇപ്പോഴത്തെ ഈ കഷ്ടതയൊക്കെ മാറും കുഞ്ഞെ, കുറച്ച് നാളൊന്ന് പിടിച്ചു നിൽക്കുന്നത്. അങ്ങനെ പിടിച്ച് ഏതായാലും 5-6 മാസം അത് പിടിച്ചു നിന്നു. അതിന്റെ ഭവിഷ്യത്ത് എന്ന് പറയുന്നത് നന്മയാണ്. അതുകൊണ്ട് ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ ഇവിടെ ആയിരിക്കുന്നു. അതെല്ലാരും കടന്നു പോകുന്ന ഒരു ഫേസാണ്. അതെ, ആദ്യത്തെ 5-6 മാസം വളരെയധികം ചിന്തിച്ചു എത്രയും വേഗം അങ്ങ് തിരികെ പോയാൽ മതിയെന്ന്. അതുപോലെ തന്നെ ഞങ്ങൾ അമേരിക്കയിൽ വരുമ്പോഴേക്കും ആദ്യ കാലത്ത് വരുമ്പോൾ ഞങ്ങൾക്ക് ഒരു ചിന്ത ഉണ്ടായിരുന്നു. ഞാൻ ആദ്യം വരുമ്പോൾ 2006 വരുമ്പോൾ കേട്ടിട്ടുള്ളത് അമേരിക്കയിലൊക്കെ വരുന്നവരെ 5-10 വർഷം കൂടുമ്പോഴാണ് നാട്ടിലേക്ക് വരുന്നത്. കാരണം അത്രയധികം എക്സ്പെൻസീവ് ആണ് ടിക്കറ്റും കാര്യങ്ങളും അല്ല. എന്നാൽ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ചിന്തിച്ചു വന്നേച്ച് പോയപ്പം സഹോദരങ്ങളോടൊക്കെ കെട്ടിപ്പിടിച്ച് കരഞ്ഞ് പിടിച്ച് പോരുമ്പോൾ ഇനി നിങ്ങളെയൊക്കെ എന്നായിരിക്കും കാണുന്നത്, കാണാനൊക്കെ അവസരം ദൈവം തന്നാൽ ചിലപ്പോൾ 5 വർഷം അല്ലെങ്കിൽ 10 വർഷമായിരിക്കും. എന്നാൽ 5 മാസം പോലും കഴിയുന്നതിന് മുമ്പേ എനിക്ക് പെട്ടെന്ന് നാട്ടിലേക്ക് മടങ്ങി പോകേണ്ട അവസ്ഥ വന്നു. 2006 ഇവിടെ വന്നു. ഏതാണ്ട് 6 മാസം കഴിഞ്ഞപ്പോഴേക്കും എന്റെ അമ്മച്ചി മരിച്ചു. അടുത്ത 3 മാസം കഴിഞ്ഞപ്പോഴേക്കും എന്റെ അമ്മച്ചി മരിച്ചുപോയി. അപ്പൊ പിന്നെ പോകാൻ വളരെ നിർബന്ധിതനായി. ആ സമയത്ത് കടന്നുപോയി. അത് കഴിഞ്ഞ് വീണ്ടും മടങ്ങി വന്ന് വീണ്ടും അടുത്ത 3 മാസം കൂടെ കഴിഞ്ഞപ്പോഴേക്കും എന്റെ വൈഫിന്റെ മദർ ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടു. അപ്പൊ ഞങ്ങൾ രണ്ടുപേരും കൂടെ പോയി. അങ്ങനെ അതും കഴിഞ്ഞ് മടങ്ങി വന്നു. വീണ്ടും അടുത്ത ഒരു 6 മാസം കൂടെ കഴിഞ്ഞപ്പോഴേക്കും എന്റെ പിതാവ് ലോകത്തിൽ നിന്ന് പോയി. അങ്ങനെ ആ ഒരു വർഷത്തിനിടയിൽ 3 പ്രാവശ്യം നാട്ടിൽ പോകാനുള്ള അവസരം ദൈവം തന്നു. അത് കഴിഞ്ഞ് പിന്നീട് കുഞ്ഞുങ്ങൾ നാട്ടില്, ഒരു മകള് കുടുംബം നാട്ടിലായതുകൊണ്ട് ദൈവം സഹായിച്ച് മിക്കവാറും എല്ലാ വർഷവും ഞങ്ങൾക്ക് നാട്ടിൽ പോകുവാനും വരുവാനും അതിനുള്ള അവസരവും അതിനുള്ള സാധ്യതകളും ദൈവം തമ്പുരാൻ ഒരുക്കി തന്നു എന്ന് മാത്രമേ പറയാനുള്ളൂ. അല്ലാതെ ഈ ലോകത്തിൽ വലിയ സമ്പത്തൊന്നും ഞങ്ങളുടെ മാതാപിതാക്കൾ തന്നിട്ട് പോയില്ലെങ്കിലും ജീവനുള്ള ദൈവത്തെ കാണിച്ചു തന്നു. അതുകൊണ്ട് ജീവിതത്തിൽ ഇന്നുവരെയും ഒരു പതർച്ചയും ഒരു കുറവും വന്നിട്ടില്ല. ഇന്നും ആ പാതയിൽ നിലകൊള്ളുന്നു. അത് മാത്രമേ ഉള്ളൂ. താങ്ക് യു സോ മച്ച് സർ. താങ്ക് യു സോ മച്ച്.